നമസ്കാരം. വാർഡ് അറിയാം സ്ഥാനാർത്ഥി അറിയാം എന്ന പരിപാടിയുമായി മറയൂർ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്നോടൊപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പളനാട് 14-ാം വാർഡായ മറയൂർ പഞ്ചായത്തിലെ 14-ാം വാർഡായിട്ടുള്ള പളനാടിൽ നിന്ന് LDFന്റെ ബാനറിൽ മത്സരിക്കുന്ന ശ്രീമുരുകൻ എന്ന സഹോദരനാണ് എനിക്ക് മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ശ്രീമുരുകനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറയൂർ ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയായിട്ടുള്ള വേങ്ങപ്പാറ കുടി എന്ന് പറയുന്ന വളരെ റിമോട്ടിലുള്ള ഒരു കുടിയാണ് വേങ്ങപ്പാറ എന്ന് പറയുന്നത്. ആ കുടിയിൽ ജനിച്ച് വളർന്ന് ഈ മറയൂരിന്റെ ഓരോ സ്പന്ദനവും അറിയുന്ന ഒരു വ്യക്തിയാണ് ശ്രീമുരുകൻ. ശ്രീമുരുകൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരു ആദിവാസി യുവാവാണ്. മറയൂരിനെ സംബന്ധിച്ച് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആദിവാസി യുവതി യുവാക്കൾ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. പുറത്തുള്ള നാടുകളിൽ ഇതൊരു വലിയ സംഭവം അല്ലെങ്കിൽ പോലും 10ാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബേസിക് എഡ്യൂക്കേഷൻ ആയിട്ടാണ് നമ്മുടെ കേരള സമൂഹം കാണുന്നത്. എന്നാൽ മറയൂരിനെ സംബന്ധിച്ച് ഒരു ആദിവാസി യുവതിയോ യുവാവോ 10ാം ക്ലാസ് വരെ പഠിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണഗതിയിലുള്ള ഒരു PhD-കാരന്റെ പവറുള്ള ഒരാളാണ് ഈ കുടികളില് ശ്രീമുരുകൻ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ അടിച്ചമർത്തലുകൾ നേരിട്ടതിന്റെ ഫലമായി മാത്രം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കപ്പെടേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. പർപ്പസ്ഫുള്ളി എനിക്ക് ഇന്നതാകണം എന്ന് വിചാരിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ഒരാളല്ല എൻ്റെ അടുത്തിരിക്കുന്ന ശ്രീമുരുകൻ. അവിടെയുള്ള ജനങ്ങളെ എത്രമാത്രം പൊതുസമൂഹം ചൂഷണം ചെയ്യുന്നു, ആ ചൂഷണത്തിനെതിരായി വന്ന ഒരു ശബ്ദമാണ് ശ്രീമുരുകന്റെ ശബ്ദം. അദ്ദേഹം ആദ്യമായി ഒരു രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് UDFന്റെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി ആയിട്ടായിരുന്നു ആദ്യമായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അവിടെയും പാകപ്പിഴകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും ചുവട് മാറ്റി ചവിട്ടി CPM എന്ന രാഷ്ട്രീയ പാർട്ടിയിലാണ് ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ന പാർട്ടിയിൽ നിന്നുകൊണ്ട് ശ്രീമുരുകനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അതിനെ വളർത്തുക എന്നതിനേക്കാൾ ഉപരി ഇദ്ദേഹത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആദിവാസി കുടികളിലുള്ള ജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണം എന്ന ഒരു ആർജവമാണ് ഈ യുവാവിനെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വളരെ സ്നേഹപൂർവ്വം മറയൂർ ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ശ്രീമുരുകനെ വാർഡ് അറിയാം സ്ഥാനാർത്ഥി അറിയാം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമുരുകൻ എങ്ങനെയാ രാഷ്ട്രീയത്തിലേക്ക് വന്നത്? ഒന്ന് പറയട്ടെ. പ്രത്യേകിച്ച് എനിക്ക് ഈ അവസരം തന്നതിന് നിങ്ങൾ എല്ലാവർക്കും നന്ദി. ഈ പൊതുജനങ്ങളിൽ കൊണ്ട് എത്തിക്കുന്നത് വേണ്ടി എനിക്ക് എൻ്റെ സമൂഹത്തിൽ എനിക്ക് ഒരു അവസരം കിട്ടിയായിരുന്നു. ഇതിനിപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ കൂടി എന്നോട് ഈ ചോദിക്കുന്നതിനെ കൊണ്ട് എനിക്ക് ഒരു മറുപടി തരാൻ പല ഉത്തരവാദിത്വമുണ്ട്. അത് നല്ല തന്നെ തരും എന്ന് ചോദിച്ചു. എങ്ങനെയാ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ? അല്ല, ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ വന്നത് നിങ്ങൾ ആദ്യത്തെ ഒരു ഭാഗത്തിൽ കുറിച്ചായിരുന്നു. ശ്രീമുരുകൻ വന്നത് ആദിവാസി ഉന്നമനത്തിക്ക് വേണ്ടിയാണെന്ന് അത് തന്നെയാണ്. കാരണം നമ്മൾ ഈ 45 വർഷമായിട്ട് കോൺഗ്രസ് പറിച്ചിട്ടും നമ്മുടെ നാട്ടിൽ ഈ പത്രകാലത്ത് പഞ്ചായത്ത് ഇരുന്നിട്ടും എൻ്റെ വീട്ടിലാണെങ്കിൽ വേങ്ങപ്പാറ കുടിക്കോളും 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതിന് ഇതുവരെ റോഡ് എത്തിയിട്ടില്ല. ഒരു 10 മീറ്റർ 15 മീറ്റർ ഉള്ളൂ കോൺക്രീറ്റ് ഇട്ട് അത്രേ ഉള്ളൂ പരിപാടി. അതിനുശേഷം ഒരു വർക്കും അവിടെ നടക്കുന്നില്ല. അതിനെതിരെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ മാറി ഏത് പാർട്ടിയാണെങ്കിലും ആദിവാസികളെ ഉപയോഗിച്ച് അവരുടെ ആവശ്യത്തിന് വേണ്ടി ആദിവാസികളെ ഉപയോഗിച്ച് ആവശ്യം കഴിയുമ്പോൾ ആദിവാസികളെ മാറ്റി നിർത്തുന്ന ഇവര് വലിയ നേതാക്കന്മാരായിട്ട് വരുന്ന ഒരു പ്രവണതയുണ്ടോ? അതാണല്ലോ ഇപ്പൊ ആദിവാസി മേഖല ഇത്ര കാലത്ത് ഈ 45 വർഷം സംബന്ധിച്ചോളും ഇവിടെ ഈ UDF ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ആദിവാസി മേഖല പോയാൽ നിങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ പോയാൽ കാണാം. നിങ്ങൾ ഒരു ദിവസം അവിടെ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെയുള്ള ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കാം. ഈ കാലത്തിന് ഈ 10 വർഷ കാലഘട്ടം LDF സർക്കാർ വന്ന ശേഷമാണ് നമ്മുടെ കുടിമേഖല ഇത്ര കറണ്ടൊക്കെ കിട്ടിയത്. പിന്നെ നമ്മുടെ ഈ ആ കറണ്ട് കാര്യം എന്ന് പറയുമ്പോൾ കറണ്ട് പിന്നെ നമ്മുടെ ഒരു സബ് സെൻറ്റർ പോലും നമ്മൾ കുടിയിൽ വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടായിരുന്നു. അതായത് കുടിയിൽ ഒരു 400-ലധികം വീടാണ് എൻ്റെ കുടിയിലുള്ളത്. നെല്ലിപ്പെട്ടി
വേങ്ങപ്പാറ, വേറെ പെരിയുടി, കവക്കുടി, കുത്തിയലുടി. ഇവിടെ ഒരു സബ് സെന്റർ പോലും നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പോലും അവിടെ നടപ്പാക്കിയില്ല. അത് ഇവിടെ കമ്മളമുടി ഈ ഭാഗത്ത്. എന്നാൽ അവിടെ ഒരു 400-ലധികം മേളിൽ കുടുംബമുണ്ട്. അതിന് നമ്മൾ ഒരു സബ് സെന്റർ ആവശ്യപ്പെട്ടപ്പോഴും അതുപോലും നമുക്ക് നടത്തി തന്നില്ല. അവിടെ സ്കൂളുണ്ടോ? സ്കൂൾ ഇപ്പൊ ഹൈറേഞ്ച് ഡെവലപ്മെന്റ് ആദ്യത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് സർക്കാർ എന്തോ ഭാഗത്തുനിന്ന് അതിപ്പോ നിർത്തി. ഇല്ല, സ്കൂൾ ഇല്ല ഇപ്പൊ. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അവിടെ വരുന്ന കാലഘട്ടത്തില് അവിടെ ഏകവിദ്യാലയമാണ് ഉണ്ടായിരുന്നത്. ഏകവിദ്യാലയമാണ് ഉണ്ടായിരുന്നത്. എല്ലാ പ്രായത്തിലുള്ള കുട്ടികളും ആ സ്കൂളിലേക്ക് വരും. വന്നിട്ട് ഒരു ടീച്ചറാണ് അവിടെ ഉണ്ടാവുക. ആ ടീച്ചർ എല്ലാ കുട്ടികളുടെയും വയസ്സിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കും. അത് സാക്ഷ എന്ന് പറയുന്നത് അത് ഒരു 10-30 വർഷം മുമ്പിലുണ്ടായിരുന്നു. അതിനുശേഷം സിസ്റ്റേഴ്സിന്റെ ഒരു സ്കൂൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ സ്കൂൾ ഇപ്പൊ നിർത്തലാക്കി. അത് നമ്മള് അവിടെയാണ് നമ്മളൊക്കെ പഠിച്ചിട്ട് വന്നത്. അതെ, നിങ്ങളുടെ ചെറുപ്പത്തില് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അവിടെ 4ാം ക്ലാസ് വരെയല്ലേ ഉള്ളൂ? 7 വരെ ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തെയും ഹൈസ്കൂളിലേക്ക് പോകണമായിരുന്നു. സെന്റ് മേരീസോ അല്ലെങ്കിൽ 7 വരെ ഹൈസ്കൂൾ അവിടെ പഠിച്ചിട്ട് സെന്റ് മേരീസിൽ 7ാം ക്ലാസ് വരെ. അതിനുശേഷം നിങ്ങൾ പോകേണ്ടത് ഹൈസ്കൂളിൽ. അങ്ങനെയാണോ നിങ്ങൾ ഹൈസ്കൂളിൽ? ഇവിടുത്തെ ഹൈസ്കൂളിലാണോ പഠിച്ചത്? ഈ മറയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി. അതായത് ഞാൻ പഠിച്ചത് വാൽപ്പാറിലായിരുന്നു, തമിഴ്നാട്ടിലായിരുന്നു. അതിനുശേഷം അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചോ? അതെ, ഹോസ്റ്റലിൽ നിന്ന്. അപ്പൊ നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികൾക്ക് ഈ 7ാം ക്ലാസ് കഴിയുമ്പോ അവര് പഠിത്തം നിർത്തുന്ന സാഹചര്യമല്ലേ ഉണ്ടായത്? അല്ലെ, കുടിയില് ഒരു നിയമമുണ്ട് അല്ലെ, ഇങ്ങനെ പെൺകുട്ടികൾ പുറത്തു പോയി പഠിക്കരുത് എന്ന് പറഞ്ഞ നിയമം പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നില്ലേ? പണ്ടുണ്ടായിരുന്നാണ്. ഇപ്പൊ ഒക്കെ അങ്ങനെയല്ല. ഇപ്പൊ പ്രാക്ടിക്കലി ഡിഗ്രി ഒക്കെ കളഞ്ഞിട്ടുണ്ട്. ഡോക്ടറായിട്ട് പോയിട്ട് ഡോക്ടർ പോലും നമ്മുടെ ആദിവാസിമാരെ കൈകാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തില് ഡിഗ്രി എല്ലാവരും ഒരു ഏകദേശം പിള്ളേർ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ 10 വർഷങ്ങൾക്ക് ശേഷം വളരെയധികം ഡെവലപ്മെന്റ് അവിടെ ഉണ്ട് എന്ന് കേൾക്കുന്നതിൽ നല്ല സന്തോഷമുണ്ട്. കാരണം നമുക്കൊക്കെ വേദനയോടുകൂടെ നോക്കി നിൽക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ വേങ്ങപ്പാറക്കുടി, നെല്ലിപ്പെട്ടിക്കുടി, പിന്നെ കമ്മാളൻകുടി. ഈ കുടികളിലൊക്കെ വരുമ്പോൾ നമ്മള് പുറത്തു നിന്നുള്ള ആളുകൾ ആ കുടിയിലേക്ക് വരുമ്പോൾ പെൺകുട്ടികളായാലും അവിടുത്തെ സ്ത്രീകളാണെങ്കിലും ഓടി ഒളിക്കും, വീടിന്റെ അകത്തേക്ക് ഓടി ഒളിക്കും. അത് കഴിഞ്ഞ് നമ്മള് അവരോട് അടുക്കുന്നതിന് വേണ്ടി അവരുടെ വീടിനകത്തേക്ക് കയറി ചെന്നാൽ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരുടെ വീടിന്റെ അടുക്കള വശത്ത് കൂടെ കാട്ടിലേക്ക് ഓടിപ്പോകും. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഏകദേശം ഒരു 10 വർഷം എടുത്തു ഈ സമൂഹം പൊതുജനങ്ങളെ നേരിടുന്നതിലൂടെ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് വന്ന ആളാണ് എന്നോട് ഇത്രയും സംസാരിക്കുന്നത് എന്ന് കേൾക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിന് ഞാന് നിങ്ങൾക്ക് ഇത്രയും സർവീസ് അത് തന്ന് നിങ്ങളെ ഇങ്ങനെ ഉദ്ധരിച്ചിട്ടുള്ള ഏത് സംഘടനകളാണെങ്കിലും, അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ വന്നു എന്ന് പറയുന്നത് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മറയൂരിനെ സംബന്ധിച്ച് 3 വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസി സമുദായങ്ങളാണ് ഇവിടെ ഉള്ളത്. 1 ഹിൽപുലയ, 2 കുറുമ്പപ്പുലയ, 3 മുതുവാൻ കമ്മ്യൂണിറ്റി. മുതുവാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ടിപ്പു സുൽത്താന്റെ കാലത്ത് ടിപ്പു സുൽത്താൻ ഇവിടെ പടയോട്ടം നടത്തിയ സമയത്ത് രാജാവിനെ മുതുകിൽ ചുമന്നതിന്റെ ഭാഗമായിട്ട് അന്ന് രാജാവിനെ സഹായിച്ച ഒരാളുകളാണ് എന്ന് പറയുന്നത്. അത് ശരിയാണോ? അത് നമ്മുടെ ആചാരാടിസ്ഥാനെ കൂടുതൽ ഇറങ്ങി പഠിച്ചിട്ടില്ല. ഞാൻ കൂടുതൽ പഠിച്ചിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ ഈ പ്രാക്ടിക്കലുള്ള കാര്യം, നമ്മൾ പൊതുവെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് ആചാരാടിസ്ഥാന കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ കാണിമാരും തലവറമാരും നമ്മൾ പ്രധാനപ്പെട്ട ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മുതുവാന്മാര് ഇങ്ങനെയാണ് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഉണ്ടായിരുന്ന ആളുകളാണ്, മുതുവാന്മാരാണ് ഇവരെ സഹായിച്ചിട്ടുള്ളത്. അങ്ങനെ രാജാവിനെ ചുമലയിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ രാജാവിന്റെ സ്ഥാനമാണ് ഇവര് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ എപ്പോഴായാലും ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഇവര്, നമ്മൾ സാധാരണ കൊച്ചുങ്ങളെ ഇങ്ങനെയാണ് എടുക്കുക. ഈ ഒരു സമുദായത്തിലുള്ള ആൾക്കാര് കുട്ടികളെ ബാഗ് പോലെ, നമ്മൾ ഇപ്പൊ ആധുനികമായിട്ട് പല മദേഴ്സും ബേബി ക്യാരിയിങ് ബാഗ് ആയിട്ട് ചെയ്യാറുണ്ട്. ഇത് കാലങ്ങളായിട്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പിലുള്ള ഇവരുടെ സമുദായം ഈ കുട്ടികളെ ബാക്കിൽ ഒരു സഞ്ചി പോലെ തുണി വെച്ച് കെട്ടി അതിനകത്താണ് ബേബീസിനെ എപ്പോഴും ക്യാരി ചെയ്യുക. ഇതില് പല പോസിറ്റീവ് കാര്യങ്ങളും ഇതിനകത്തുണ്ട്. കുട്ടിയെ അമ്മ എന്ത് പണിയെടുക്കാൻ പോയാലും
2 വയസ്സ് വരെ അല്ലെ? 2 വയസ്സ് വരെ അമ്മയുടെ ചൂടും തട്ടിയിട്ടായിരിക്കും ഒരു ബേബി ഉണ്ടാവുക. മുതുവാൻ കമ്മ്യൂണിറ്റിയിലെ ബേബീസ് ഉണ്ടായിരിക്കും. എപ്പോഴും മുതുവാന്മാരുടെ ബാക്കിൽ ഒരു ബാഗ് ഉണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു കാര്യം. മുതുവാൻ സമുദായത്തിന്റെ പ്രതിനിധി എന്ന രീതിയിൽ എന്ത് കാര്യമാണ് ഈ സമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആദിവാസികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു മെമ്പറായി ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മേഖല എല്ലാവരും വിദ്യാഭ്യാസപൂർവ്വം ക്ലാസ് നടത്തേണ്ടതാണ് പ്രധാന ഒരു ആവശ്യമാണ്. അതുമാത്രമല്ല, നമ്മളൊരു സ്ത്രീകൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞ വണ്ടി ഇവിടെ കൊണ്ടുവരുന്നത് നമ്മളൊരു ജീപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ റോഡ് ശരിയാകുന്നില്ല. അതിനൊരു പ്രധാന കാര്യം നാം മുൻകൈ എടുക്കും. അതുമാത്രമല്ല, വേറെ കാര്യങ്ങളുമുണ്ട്. ലൈഫ് പദ്ധതി വീട് ഇപ്പോൾ ലഭിച്ച് കൊടുത്തിട്ടുണ്ട് സർക്കാരിന്. അതിന് എവിടെയൊക്കെ വീട് കുറവുണ്ടോ നമ്മൾ ആദ്യം ലിസ്റ്റ് എടുത്ത് ആ വീട് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നാം പറയാനുള്ളത്, ഞാനിപ്പോൾ ഇലക്ഷനിൽ പലതായൊരു ഏരിയയിൽ നടക്കുക. അതായത് കുടിമേഖല 1-ാം വാർഡും 2-ാം വാർഡൊക്കെ എൻ്റെ ചുമതലുണ്ട്. നമ്മുടെ ആദിവാസി മേഖല നമ്മുടെ പാർട്ടി ഇങ്ങനെ ചുമതല തന്നിരിക്കുക, പോയി നോക്കണം കാര്യങ്ങളൊക്കെ എന്നിട്ട്. അവിടെ പോയി ഇപ്പോൾ പഠിച്ചതിന് സ്ഥിതിക്ക് അമ്മമാർ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുവാണെങ്കിൽ ഒരു ഫ്രണ്ടിനെ മറ്റേ കൺസീവായി ഇരുന്നിട്ട് നമ്മൾ കുടിയിലേക്ക് ഇവിടെ ടൗണിലേക്ക് വരുവാണെങ്കിൽ നടന്നു തന്നെ വേണം. അതോ അല്ലെങ്കിൽ ജിബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കൺഫേം ആണോ കറക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വലിയ അതായത് റോഡ് ഇല്ലാത്തത് കൊണ്ട് ഇവര് പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ചാൽ, റോഡ് ഇല്ലാത്തത് കൊണ്ട് ഒരു 9 മാസം ഗർഭിണിയായ സ്ത്രീ ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ അത് പൊട്ടിപ്പൊളിഞ്ഞ റോഡൊന്നുമല്ല, റോഡേ ഇല്ല. അവിടെ കല്ലും മണ്ണും, തെന്നിപ്പോകുന്ന മണ്ണും അതിലുള്ള ഉരുളൻ കല്ലുകളും വലിയ മരത്തിന്റെ വേരുകളും ഇതുള്ള സ്ഥലത്തേക്ക് ഒരു നടപ്പാത പോലെ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ജീപ്പ് റൈഡ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം മാത്രമാണ് നിലവിൽ ഇവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഉള്ളൂ. ടാറിട്ട റോഡ് ഉണ്ടോ? ഇല്ല. കോൺക്രീറ്റ് ചെയ്ത റോഡ് ഉണ്ടോ? അത് കുറച്ച് സ്ഥലം ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം അവിടെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും സ്ഥലം കോൺക്രീറ്റ് ഉണ്ട്. പിന്നെയും നമ്മൾക്കിപ്പോ അവിടെ നിന്ന് കുടിയിൽ നിന്ന് ഇവിടെ റോഡ് വരെ വരണമെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വരെ വരണമെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്യും, ബാക്കി ഭാഗം മുഴുവൻ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് റോഡായിരിക്കും. മഡ് റോഡ് എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ ട്രക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന റോഡുകളാണ് ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന റോഡ്. 9 മാസമോ അല്ലെങ്കിൽ 8 മാസമോ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ജീപ്പിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ സ്ത്രീ പാതി വഴിയിൽ പ്രസവം നടക്കും. അതിന്റെ അത്ര മാത്രം ജർക്കിംഗ് ഉള്ള റോട്ടിൽ കൂടെ വേണം കൊണ്ടുവരാൻ. അപ്പൊ അതുകൊണ്ട് സാധാരണ രീതിയിൽ സ്ത്രീകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, പ്രസവിക്കാൻ നേരമാകുമ്പോ നേരെ ഇങ്ങ് നടന്നു പോരും അല്ലെ? നടന്നു മാത്രമല്ല, ഇവിടെ വീടെടുത്ത് താമസിക്കുക. അതൊക്കെ ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളാ. ഈ സമുദായത്തിൽപ്പെട്ട ആരും തന്നെ ഹോസ്പിറ്റൽ ഡെലിവറി ഇഷ്ടപ്പെടാത്ത ആളുകളായിരുന്നു. പക്ഷേ തുടർച്ചയായിട്ടുള്ള കുട്ടികളുടെ മരണം, അതുപോലെ ആ കമ്മ്യൂണിറ്റിയിൽ കുട്ടികൾ ഉണ്ടാകാത്ത സാഹചര്യം, ഇതൊക്കെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലത്തെ ഓരോ ഉദ്യോഗസ്ഥരും കുടികൾ കയറി അവരെ ബോധവൽക്കരിച്ചതിന്റെ ഭാഗമായി ഇവരിപ്പോ ഹോസ്പിറ്റലിലേക്ക് വരാൻ തയ്യാറായെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്നതിനുള്ള വഴി സൗകര്യം അവർക്കില്ല. വന്നു കഴിഞ്ഞാലോ ഇവിടെ മറയൂർ ഹോസ്പിറ്റലിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ഇല്ല. ഇത് ഇവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നമാണ്. അതറിയാവോ? അതെ. അത് മാത്രമല്ല, ഞാൻ അതുവേണ്ടിയാണ് അവർ സബ് സെന്ററുകൾ നമ്മൾ ആവശ്യപ്പെട്ടത്. നമ്മുടെ നാട്ടിന് ഒരു അത്യാവശ്യം ഒരു ഷുഗർ നോക്കാനോ ഒരു പ്രഷർ നോക്കാനോ, അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് വെട്ടിമുരുവായിക്കാനോ ഒരു പാമ്പ് കടി ഏറ്റാലോ ആദ്യത്തെ ചികിത്സ ഒരു സബ് സെന്റർ എന്നാണ് അവിടെ ആവശ്യപ്പെട്ടത്. പാമ്പ് കടി ഏൽക്കാറുണ്ടോ അവിടെ? ഉണ്ട്. പോയ ദിവസം ഈ മാസത്തിലിടയ്ക്ക് കൂടി ഒരു പിഞ്ചു കുഞ്ഞിനെ, അതായത് ഒരു 5-6 വയസ്സിനുള്ളിൽ ഒരു കുഞ്ഞിനെ പാമ്പ് കടിയേറ്റു. എന്ത് പാമ്പായിരുന്നു കടിച്ചത്? അത് ഏത് പാമ്പാന്ന് കറക്റ്റ് കണ്ടില്ല. അത് പാമ്പ് കടിച്ചെന്ന് പറഞ്ഞു, ഞാൻ പോയി കണ്ടായിരുന്നു. പാമ്പിന് കണ്ടില്ലായിരുന്നു. ചെറിയ കൊച്ചായതുകൊണ്ട് ഏത് പാമ്പാന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ? അല്ല, ബാത്റൂം പോകുന്ന വഴി. ബാത്റൂം ഇച്ചിരി അകലായതുകൊണ്ട് ബാത്റൂം പോകുന്ന വഴിക്കാണ് ഈ കൊച്ചിനെ പാമ്പ് കടിച്ചത്. എന്നിട്ട് ആ കൊച്ചിനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? അതെ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് പിന്നെ രാജകുമാരിക്ക് കൊണ്ടുപോയായിരുന്നു. രാജകുമാരി കൊണ്ടുപോയി. ഇവിടെ ഇല്ല. കാരണം രാജകുമാരി മറയൂർ എന്ന് പറയുന്നത് എത്രയോ ദൂരത്തിൽ കിടക്കുന്ന സ്ഥലമാണെന്നറിയോ? മറയൂരിലേക്ക് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിലെങ്കിലും ഇവർക്ക് ആന്റിവനം എടുക്കേണ്ട ആവശ്യമുള്ള അത്രയും വിഷപ്പാമ്പുകളുള്ള കാട്ടിലത്തെ കാര്യമാണ് ഈ പറയുന്നത്. നമ്മള് പുറമെ കാണുന്ന ആദിവാസികളല്ല ഈ മുതുവാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഡീപ് ഫോറസ്റ്റില്
ഫോറസ്റ്റിന്റെ അന്തർഭാഗത്ത് താമസിക്കുന്ന ഇവര് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു കമ്മ്യൂണിറ്റിക്കും അങ്ങോട്ട് എൻട്രൻസ് ഇല്ല, ആർക്കും എൻട്രി അവർ കൊടുക്കില്ല. അവരാരുമായിട്ട് ചേർന്ന് ജീവിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. കാരണം ഒരു സോഷ്യൽ ക്ലസ്റ്റർ എന്ന് പറയുന്നത്, ക്ലാൻ എക്സോഗമസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണിത്. ഈ ഗ്രൂപ്പിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആക്ച്വലി നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അതിലത്തെ ഒരു കുട്ടിയുടെ കാര്യമാണ് ഇപ്പൊ ഈ സംസാരിച്ചത്. ഇവിടെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ മറയൂർ പഞ്ചായത്തില് ആന്റിവെനം ഇല്ല. ഇതുകൊണ്ട് തന്നെ ഇവിടെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ സാധാരണ ഇവരെ പോലെയുള്ള ആളുകൾക്കൊക്കെ പാമ്പ് കടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുക എന്നുള്ളത് മാത്രമേ ഇവരെ സംബന്ധിച്ച് അറിവുള്ളൂ. ഇവിടെ ആന്റിവെനം ഉണ്ടോ, ഇത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണോ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണോ, ഫാമിലി ഹെൽത്ത് സെന്റർ ആണോ, ഇതിലൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവിടെ എന്ത് മരുന്ന് കിട്ടും, എന്ത് മരുന്ന് കിട്ടില്ല, ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ലാത്ത ഒരു സമൂഹത്തിനോടാണ് ഈ പഞ്ചായത്ത് ഈ ദ്രോഹം ചെയ്യുന്നത് എന്ന് വേണം ഞാൻ കരുതുന്നത്. അത് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെയാണ് കരുതുന്നത്. അത് ഞാൻ നിങ്ങളോടൊപ്പം ചിന്തിക്കുകയാണ്. അതിനുവേണ്ടിയാണ് എൻ്റെ കൃഷിപ്പണിയും എൻ്റെ പാതി പണിയൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. എൻ്റെ നാട്ടിന് വേണ്ടി, എൻ്റെ സമൂഹത്തിന്, അതായത് എൻ്റെ 2 വിഭാഗത്തിൽപ്പെട്ടവർക്കും ഞാൻ വേണ്ടി ആദിവാസി ക്ഷേമ സമിതി പ്രസിഡന്റാണ് ഞാൻ, ആദിവാസിയുടെ. അപ്പോൾ ഇതിന് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത് ഇത് തന്നെയാണ്. ഒരു സ്ഥലത്ത് റോഡില്ല. ഇതുപോലെ ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പാമ്പ് കടിയേറ്റ അത്യാവശ്യമുള്ള ഹോസ്പിറ്റൽ ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ എത്ര വെല്ലുവിളിയാണ്. നിങ്ങൾ പോയി ഒരു ദിവസം അവിടെ നിങ്ങൾ കുടിയിൽ കയറിയതായിരിക്കുമല്ലേ? എന്റെ കാലൊക്കെ അവിടെ കുടിയിൽ വന്നിട്ട് എനിക്ക് ജീപ്പിൽ പോകാൻ വേണ്ടിട്ട് ആ പോകുന്ന പോക്ക് കണ്ടപ്പോ എനിക്ക് പേടിയായിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി, ഞാൻ നടന്നു വന്നോളാന്ന് പറഞ്ഞിട്ട് നടന്നു കുടിയിൽ എത്തിക്കഴിഞ്ഞ് തിരിച്ച് അതേപോലെ തന്നെ ഇങ്ങ് നടന്നു. ഈ നടന്ന സമയത്ത് എന്റെ കാല് വേദനിച്ച് 2 ദിവസമാണ് ഞാൻ മരുന്നും വരട്ടി കിടന്നത്. അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ ഈ രാഷ്ട്രീയത്തിൽ കയറി വന്നത്, ഈ പൊതുഭരണത്തിൽ വെക്കുന്നത്. 14 വാർഡിൽ പള്ളനാട്ടിൽ മത്സരിക്കാനും നാം ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടത് അങ്ങനെയാണ്. ആ വാർഡിലെങ്കിലും മത്സരിച്ചിട്ട് നമുക്ക് ഒരു കയറാമല്ലോ, നമ്മുടെ വാർഡിലേക്ക്, നമ്മുടെ പഞ്ചായത്തിലേക്ക് കയറാമല്ലോ എന്നിട്ട് ഒരു അഭിപ്രായത്തിൽ കൂടിയാണ് നാം പള്ളനാട്ടിൽ മത്സരിക്കുന്നത്. പള്ളനാട്ടിൽ പോയി നോക്കിയപ്പോൾ അവിടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ 2 മെമ്പർ ഉണ്ടായിരുന്നു. ഒന്ന് രവിചന്ദ്രൻ, നല്ല അടിപൊളി വികസനമായിരുന്നു. പുള്ളിയുടെ എല്ലാ സ്ഥലത്തും പോയ അമ്മമാർക്ക് പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ സ്ഥലത്തേക്കും കറണ്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ നടപാത ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അനു വന്നായിരുന്നു. അതും ഞങ്ങളുടെ ഒരു മെമ്പറായിരുന്നു. പുള്ളിയും പുള്ളി ചേച്ചിയും നല്ല അതിനൊരു കാഴ്ചവസ്തു വെച്ചായിരുന്നു. നല്ല വികസനം തന്നെ തുടർച്ച കൊണ്ടുവന്നായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ 5 വർഷം കോൺഗ്രസിൻ്റെ ഭരണമാണത്. കാരണം പഞ്ചായത്തും കോൺഗ്രസ് തന്നെ ആയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ്, ബ്ലോക്ക് കോൺഗ്രസ്സാണ്, വാർഡ് കോൺഗ്രസ്സാണ്. ആ വാർഡിൽ എന്തൊക്കെ വികസനം ചെയ്യാം അമാർ വിചാരിച്ച ആ വീട് പോകുന്ന വഴി മുഴുവനും കൊണ്ടിട്ടിട്ട് വികസനപ്പെടുത്തിയായിരുന്നു. അതുപോലും ആ വാർഡിൽ നാം മത്സരിക്കുന്ന വാർഡിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ അത് തന്നെയാണ് പ്രശ്നം. അവിടെ നിന്ന് വെച്ചപ്പോൾ അത്രയും കൂടുതൽ വികസനം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെയും പ്രശ്നം പള്ളനാട്ടിലുണ്ട്. അതുപോലെ അതിനേക്കാളും മോശമാണ് കുടിമേഖല. പള്ളനാട്ടുകാർ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് വാർഡിൽ അവിടെ നിന്ന് വിജയിക്കുകയാണെങ്കിൽ എനിക്ക് പഞ്ചായത്ത് കയറാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ അവിടെ മത്സരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അവിടെ കയറിയാണെങ്കിൽ എൻ്റെ നാട്ടിന് വേണ്ടിയും എൻ്റെ സമൂഹത്തിന് വേണ്ടി 2 വിഭാഗക്കാരെന്നുണ്ട്. അതിനുവേണ്ടി എല്ലാ സ്റ്റെപ്പും ഞാൻ പഞ്ചായത്തിൽ കയറിയ വേണ്ടപ്പെട്ട സൗകര്യം ഞാൻ ചെയ്തു കൊടുക്കും. ഈ ആദിവാസി ആളുകളെ പാർട്ടിക്കാര് സമരത്തിന് ഉപയോഗിക്കും അല്ലെ? സമരങ്ങൾക്ക് വേണ്ടിയിട്ട് ആളെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും പറയുന്നില്ല, മറയൂരിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാര് ഒരു ജാഥ വരുമ്പോ എങ്ങനെയാ, നിങ്ങൾക്ക് കുറച്ച് പൈസ തരും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ തന്ന് ഈ ജാഥയുടെ കൂടെ പൊയ്ക്കോ എന്ന് പറയാറുണ്ട്. അങ്ങനെ അല്ലാത്ത ഒരു വ്യക്തിയെ ഞാനിപ്പോ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം കൃത്യമായ രാഷ്ട്രീയ ബോധത്തോട് കൂടിയിട്ട് ഞാൻ എന്തിനാണ് ഇലക്ഷന് നിൽക്കുന്നത് എന്ന് തിരിച്ചറിവോടുകൂടി നിൽക്കുന്ന ആദ്യത്തെ ആദിവാസി യുവാവിനെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോ കാണുന്നത്. അതിൽ വളരെയധികം വലിയ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മേഖലയിൽ ഈ ഇപ്പൊ പറഞ്ഞു വിഷപ്പാമ്പ് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല, റോഡ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇനി മറ്റ് തൊഴിലോ മറ്റെന്തെങ്കിലും വെള്ളം, കുടിവെള്ളം, തൊഴില് ഈ രീതിയിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടോ?
അതെ, ഇപ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം. ഇപ്പൊ നമ്മുടെ കൂർക്കം എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കൃഷിയായിട്ടാണ് നമ്മുടെ മേഖലയിൽ കൂർക്കം എന്ന് പറയുന്നത് കൃഷി. അതെ, അതൊക്കെ ടണ്ണ് കണക്കാണ്. 3000, 4000, 10,000 ടണ്ണിന് മേലിലാണ് പോകുന്നത്. അതിന് കൃഷി ഓഫീസിൽ നന്നായിട്ട് ഒരു ഫണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് ഗുണമാകുമല്ലോ നാട്ടിന്. അല്ല, കൂർക്ക അപ്പൊ നിങ്ങൾ കൃഷി ചെയ്യുന്നതെല്ലാം ജൈവവളങ്ങൾ ഉപയോഗിച്ചല്ലേ? ജൈവവളം മാത്രമേ. ഇത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറയൂരില് മുതുവാന്മാരുടെ ഏരിയയിൽ കൃഷി ചെയ്യുന്ന ഫോറസ്റ്റിനകത്തുള്ള സ്ഥലം കൃഷി ചെയ്യുന്നത് ഒട്ടും തന്നെ രാസവളങ്ങൾ ഉപയോഗിക്കാതെ ഒരു സ്ഥലം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് ചുട്ട് മൊത്തത്തിൽ കരിക്കും. വേനൽക്കാലം ആകുമ്പോൾ ഇത് മൊത്തം കരിച്ചു കളഞ്ഞിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ചാരം വളമായിട്ട് അവിടെ തന്നെ കിടക്കും. അടുത്ത മഴയില് ഈ വളം മൊത്തം മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. അതിനുശേഷം ഇവര് പച്ചിലകള് കുമിച്ചുകൂട്ടി അവിടെ ഇട്ട് വളമാക്കി മാറ്റി ഭൂമിയെ ഒരുക്കിയതിന് ശേഷം മാത്രമാണ് കൃഷി ചെയ്യാറുള്ളൂ. അല്ലെ? പിന്നെ ഇവര് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് കൃഷി ചെയ്താൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കൃഷി അതേ സ്ഥലങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് മണ്ണിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ ആ നഷ്ടപ്പെട്ടു പോയ ജീവൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാസവളങ്ങള് അല്ലെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മണ്ണിന്റെ കോമ്പോസിഷൻ നിലനിർത്തുന്നതിനായിട്ടുള്ള കെമിക്കൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ മുതുവാന്മാരുടെ കൃഷി രീതി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് അവർ കൃഷി ചെയ്ത് ആ മണ്ണ് അത്യാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൃഷി മാറ്റും. അപ്പം ഇവിടെ തരിശായി കിടക്കും. ഈ മണ്ണ് സ്വയമായിട്ട് രൂപാന്തരം പ്രാപിച്ച് വളം ആർജിച്ച് എടുക്കും എന്ന കൃഷി രീതിയാണ് ഇവർക്കുള്ളത്. അങ്ങനെ കൃഷി ചെയ്ത് കിട്ടുന്ന ബയോ ഫെർട്ടിലൈസേഴ്സ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിയുടെ കാര്യമാണ് പറയുന്നത്. 3000 ടണ്ണ് കൂർക്ക എന്ന് പറയുന്നത്. 12,000 അത്രയും കൂർക്ക ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ ഒരു പ്രദേശമായിട്ട് ഇവരുടെ ഭാഗം മാറുമ്പോ ഇതിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഈ കൂർക്കയൊക്കെ എന്നിട്ട് എന്ത് ചെയ്യും? അത് നമ്മുടെ ഇവിടെ ഫോറസ്റ്റ് ലേലം എന്ന് വെച്ചിട്ടുണ്ട്. ജില്ല എന്ന ഒരു മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആ മാർക്കറ്റിലാണ് നമ്മുടെ ലേലം വെച്ചിട്ടാണ് ഇല എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് അവിടെ തുടങ്ങിയിട്ടുണ്ട് ഫോറസ്റ്റിന്റെ. അതിലാണ് ഈ സാധനത്തെ മുഴുവനും അവിടെ വിൽക്കുന്നത്. അപ്പൊ പുറത്തുനിന്നുള്ള ആളുകൾ അവിടെ വന്ന് കൂർക്ക മേടിച്ചുകൊണ്ട് പോകും. അപ്പൊ അത് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ? ഒരാഴ്ചയിൽ ഒരു ദിവസമല്ല. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാരണം ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്കിത് ഉണ്ടായിരുന്നുവെങ്കിൽ, മാർക്കറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ, നമുക്കൊരു ആവശ്യമുണ്ട്, വീട്ടില് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ കൃഷി ചെയ്ത കൂർക്ക മുഴുവൻ ഇതിന്ന് പറിച്ചുകൊണ്ട് വരേണ്ടി വരിക അല്ലെ? എന്നിട്ട് ഇത് അന്ന് മാത്രമേ മാർക്കറ്റ് ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഇത് മൊത്തത്തിൽ കൊടുത്ത് അവസാനിപ്പിക്കേണ്ട ഒരു ഇത് വരില്ലേ? ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. 2 ദിവസം കൂടുതൽ കൂർക്കോരി വേണമെങ്കിൽ 2 ദിവസം കൂട്ടി വെച്ചിട്ട് ഒരാഴ്ചയിൽ 2 ദിവസമായി അത് വിറ്റഴിക്കുക. അത് ചെയ്യുകയാണ് ഫോറസ്റ്റുകാര് ഈ ചെയ്യുന്നത്. പഞ്ചായത്തിന് ചെയ്തുകൂടെ? അതല്ലേ നമ്മള് അതിന്റെ കാര്യത്തിൽ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇത്ര കാലം ഇരുന്നിട്ട് നമ്മൾ ഈ 45 വർഷം കോൺഗ്രസ് ഇവിടെ ഭരണം പഞ്ചായത്ത് ഇരുന്നിട്ട് പോലും ഈ നാടിന് വികസനം എന്തുള്ളതാണ് എന്റെ ചോദ്യം. അപ്പോ നിങ്ങളുടെ പാർട്ടി വരികയാണെങ്കിൽ വ്യത്യസ്തനാകും. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കോ? മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ആദിവാസി മേഖലയിൽ നമ്മുടെ വികസനകാര്യം മാറ്റം വരുത്തും. അപ്പൊ ഇല എന്ത് ചെയ്യും? ഇലയിലത്തെ മാർക്കറ്റിൽ കൊടുക്കും. നിങ്ങൾക്ക് ഫോറസ്റ്റുകാർ ചെയ്തു തന്ന ഒരു സൗകര്യമാണ് ഇല എന്ന് പറയുന്ന ഒരു മാർക്കറ്റ്. അതേപോലെ നിങ്ങളുടെ പാർട്ടി വരികയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായി മറയൂരിൽ ഒരു ചന്ത ഉണ്ടാക്കുക എന്നല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങളുടെ സാധനങ്ങള് ഇലയിൽ കൊടുക്കുവോ, ഇവിടെ പഞ്ചായത്തിന്റെ ചന്തയിൽ കൊടുക്കുവോ? അല്ല, നമ്മളത് കൂടി ആലോചിച്ചിട്ടേ എവിടെയാണോ ജനങ്ങൾക്ക് കൂടുതൽ നമുക്ക് ലാഭം കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മുടെ സർക്കാർ വന്നു കഴിഞ്ഞാൽ, ഇവിടെ പഞ്ചായത്ത് വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ആദിവാസി മേഖലയിലേക്ക് നല്ലൊരു വരുമാനം കിട്ടും. അതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇരിക്കുന്നതിന് കയ്യിലും എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് നമ്മുടെ പാർട്ടിയും ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാ? ഇവിടെ ടൂറിസത്തിനാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം, കൃഷിക്കാണോ താല്പര്യം കൂടുതൽ? അല്ല, ആദ്യമേ ഞങ്ങളുടെ മേഖല എന്ന് പറയുന്നത് കൃഷി തന്നെ നമ്മൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോ അതാണ് നമ്മൾ കൂടുതൽ ടൂറിസത്തിനോട് ആദിവാസികൾക്ക് താല്പര്യം കുറവാണോ അതോ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കാലത്തിനനുസരിച്ച് ഇപ്പോൾ ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ 2 പേർക്ക് ജോലി കിട്ടും, കൂടുതൽ വികസനം കിട്ടും. അതൊക്കെ നമ്മൾ ഒരു കേരളത്തിലെ അത് സ്വാഗതം സംഭവമാണ്. അത് ആദിവാസി മേഖലയിൽ തന്നെ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അതിൽ തെറ്റിദ്ധാരണല്ല. വരുമാനം എവിടെയൊക്കെ വരുന്നോ അതൊക്കെ കൊണ്ടുവരണമെന്നാണ് നാം ഉദ്ദേശിക്കുന്നത്. നാം ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് സംഭവം. ഇതൊരു രാഷ്ട്രീയം മാറ്റി പുതിയ ഒരു ഭരണം കൊണ്ടുവന്നിട്ട് ഇവിടെ വികസന കാര്യമൊക്കെ മുഴുവൻ കൊണ്ടുവരണം. ഇവിടെ ഒരുപാട് വീഴ്ചകളുണ്ട്.
പഞ്ചായത്തിലുള്ള വീഴ്ചകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള വീഴ്ചകൾ എന്തൊക്കെയാണ്? അതെ, ആദിവാസി മേഖല നന്നായിട്ട് റോഡില്ല, അത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ പറഞ്ഞു. അത് മാത്രമല്ലല്ലോ, ഇപ്പോ ഇത്ര കാലത്തെ മുമ്പ് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മൾ ഒരു രാഷ്ട്രീയത്തിൽ മാത്രം വെച്ച് യൂസ് ആക്കുക. 45 വർഷത്തില് നമ്മുടെ ഇപ്പോൾ പാർട്ടിക്കാർ യൂസ് ആക്കിയത് വെറും രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ, അവിടെ വികസനത്തിന് വേണ്ടിയല്ല. അതിനൊരു ചുവടുവെപ്പാണ് ഈ ശ്രീമുറി ഞാൻ ചെയ്യുന്നത്. അവിടെ നിന്ന് വ്യത്യസ്തമാകണം. കാരണം ഈ ഇപ്പോൾ തുടർന്ന് പറഞ്ഞമാണ് ഈ കമ്മ്യൂണിസ്റ്റ് മറ്റേ കോൺഗ്രസ് പാർട്ടി ഇവിടെ മറയൂർ പഞ്ചായത്ത് ഭരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കുടിയിലേക്ക് പോയാൽ കാണാം, അവിടെ നല്ലൊരു കെട്ടിടമില്ല, നല്ല റോഡില്ല, നല്ല സ്കൂളില്ല, നല്ല അത്യാവശ്യം ഡിഗ്രി ആവുന്ന ഏതോ ഒരു 100 വീട്ടിലേക്ക് 1-2 പേര് കാണുള്ളൂ. അപ്പൊ എഡ്യൂക്കേഷൻ ശ്രദ്ധിക്കുന്നില്ല. ഈ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ജോലി ഉണ്ടോ? 1-2 പേർക്ക് ജോലിയുണ്ട്. പിന്നെ അത് ഫോറസ്റ്റിൽ കിട്ടിയ ജോലിയാണോ അതല്ലാതെ മറ്റെന്തെങ്കിലും ജോലി ഉണ്ടോ? പ്രത്യേകിച്ചുള്ള ജോലിയിൽ അങ്ങനെയല്ല. അല്ല, ഫോറസ്റ്റുകാര് ഇവരുടെ ദയനീയമായ അവസ്ഥ കണ്ട് ഈ പ്രത്യേക കമ്മ്യൂണിറ്റിയെ പരിഗണിച്ച് അതിൽ കുറച്ച് പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, ഫോറസ്റ്റ് ഓഫീസേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ മറ്റെന്തെങ്കിലും ജോലി ഇവിടെ കൊടുത്തിട്ടുണ്ടോ? അത് ഈ മറയൂർ പഞ്ചായത്ത് ആ ചോദ്യത്തിന് മറുപടി പറയാം. ഈ പഞ്ചായത്തിൽ നമ്മുടെ ആരെങ്കിലും ആദിവാസി ഉണ്ടോ? ഇവിടെ മറയൂർ പഞ്ചായത്തിൽ ആരെങ്കിലും ഉണ്ടോ? അതിനെ ഞാനും ചോദിക്കുന്നത്. ഇല്ലല്ലോ. അതാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് മാറ്റം വരണം. കാരണം ഒരു അംഗൻവാടി ടീച്ചർ പോലും ഇല്ല, ഒരു അംഗൻവാടി ഒരു കെൽപ്പർ പോലും നമ്മുടെ കുടിയിലില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു നിങ്ങൾക്ക് അത് പൂർത്തിയാവില്ലോ. അവിടെ ഒരു വികസനം ഇല്ലെന്ന് അതിൽ തന്നെ പൂർത്തിയാവില്ല. സാധാരണ നമ്മുടെ അംഗൻവാടി നടത്തുന്നത് പോലും നമ്മുടെ ആള് പോലും അവിടെ ഇല്ലല്ലോ. അംഗനവാടി ടീച്ചർ പോലും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളില്ല. ഈ നമ്മുടെ ഉള്ള ഭാഗത്തിലല്ല. ഇവിടെ 5-6 കുടിയുണ്ട്. ഈ 5-6 കുടിയല്ല, മുതുവാൻ കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലും ഒരാള് അല്ല ഉണ്ട്. അത് എടമലക്കുടിയെ സംബന്ധിച്ചോളം എടമലക്കുടിയിലൊക്കെ ഉണ്ട്. മുതുവാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മറയൂർ പഞ്ചായത്ത്. മറയൂർ പഞ്ചായത്തില് മുതുവാൻ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു അംഗനവാടി ടീച്ചർ പോലും ഇല്ല എന്നാണോ പറയുന്നത്? അത് അങ്ങനെ തന്നെയാണ്. അംഗനവാടി ഹെൽപ്പർ ഉണ്ടോ? ഹെൽപ്പറും ഇല്ല. അവിടെ വെള്ളക്കല്ലുകുടിയില് വേൽത്തായി എന്ന് പറയുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു. അതിപ്പോ നിലവിൽ ജോലിയിലുണ്ടോ എന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ ശ്രദ്ധപ്പെട്ടത് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയും ജനകീയ പദ്ധതികൾ ഇവിടെ ഉള്ളത്? ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഏതെങ്കിലും ഒരാളെ അംഗനവാടി ടീച്ചറാക്കാൻ യോഗ്യതയുള്ളവരില്ല എങ്കിൽ അത് ഈ സമൂഹം ഇവരോട് ചെയ്ത ക്രൂരതയുടെ ബാക്കി പത്രമാണത്. പക്ഷേ ഒരു ഹെൽപ്പറായിട്ടെങ്കിലും ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെ എടുക്കേണ്ടതായിരുന്നു. ഇല്ല എങ്കിൽ എടുക്കേണ്ടതായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കാത്തത് കൊണ്ട് എനിക്കത് തീർത്തും പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ജോലിയെങ്കിലും ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടതായിരുന്നു. ഇവരെ തഴയപ്പെടേണ്ടവരല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പേഴ്സണലി ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങൾ ആ കുടിയിലുണ്ടോ? ഉണ്ടല്ലോ. നമ്മൾ പ്രത്യേകം ഇപ്പോൾ സബ് സെന്റർ അവിടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. എന്തിന്റെ സബ് സെന്റർ? നമ്മൾ ഈ ഹെൽത്ത് സബ് സെന്റർ ഹെൽത്തിന്റെ സബ് സെന്റർ ആവശ്യമുണ്ട്. ഇത് ഒരു മെയിൻ ആയിട്ടുള്ള ആവശ്യം അവിടെ. അത് തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ ശ്രദ്ധ പടർത്തണം. കാരണം ഇത് കണ്ടിട്ടെങ്കിലും അമ്മാറ് അത് ചെയ്യുമോന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അതെങ്കിലും നടക്കട്ടെ. അത് നിങ്ങൾ കൃത്യമായിട്ടും എത്തിക്കേണ്ട സ്ഥലത്ത് തീർച്ചയായിട്ടും എത്തിക്കണം. മറയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് അതിന്റെ ഉന്നമനം അത് മറയൂർ ചാനലിന്റെ ഒരു ലക്ഷ്യമാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു ചായവും ഇല്ല. എന്റെ ഇപ്പുറത്ത് ആര് വന്നിരുന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നാലും ഞാൻ അവരോട് ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. കാരണം അവരുടെ ഉള്ളിൽ നിന്നുള്ള ആൻസറുകളാണ് പൊതുസമൂഹത്തിന് അറിയേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അല്ല അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത്. അവിടെ BSc ക്ലാസ് ഒക്കെ നടത്താനായിരുന്നു. വിദ്യാഭ്യാസ പിള്ളേർക്കെങ്കിലും ഒരു BSc കോച്ച് നടത്തി ബോധവർക്ക് കൊണ്ടുവന്ന അമ്മമാരെ ജോലി കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്യേണ്ടവർക്ക് ആവശ്യമില്ലേ? അതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ മാത്രം നമ്മളെ ഒരു 2 സമ്മേളനത്തെ പരിപാടി 2 സമരത്തിന് പരിപാടിന് മാത്രം വിളിച്ചുകൊണ്ട് അതിന് മാത്രം എത്ര കാലത്തെ കൊണ്ടാണ് നമ്മുടെ ആദിവാസിക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലാണ് വ്യത്യസ്തമായിട്ട് മാറി ചിന്തിച്ചിട്ട് ഞാനിപ്പോൾ നിലപാടെടുത്തിട്ടുള്ളത്, മത്സരിക്കാൻ തയ്യാറായിട്ടുള്ളത്. കാരണം ഞാൻ ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതിലേതൊരു സംശയമില്ല. എൻ്റെ നാട്ടിന് വേണ്ടി ഞാൻ എൻ്റെ വികസന കാര്യത്തിൽ വിദ്യാഭ്യാസമാകട്ടെ, വികസനപരമാകട്ടെ, ഹെൽത്ത് കാര്യങ്ങളാകട്ടെ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാകട്ടെ എല്ലാം പരിഗണിച്ച് തന്നെ ഉദ്ദേശിച്ച് തന്നെ നാം മുന്നോട്ട് പോകും. അതിൽ ഒരുപാട് പോരായ്മയുണ്ട്. ഇവിടെ ഈ 45 വർഷം ഇവിടെ പഞ്ചായത്തിൽ ഭരിക്കുന്നവർ ഒരുപാട് വരുത്തി വെച്ചിട്ടുണ്ട്.
അതൊക്കെ മൊത്തം നിർത്താൻ വേണ്ടിയാണ് ഞങ്ങളെപ്പോലെ. എനിക്കിപ്പോൾ പ്രായം കുറവാണ്, 35 വയസ്സാണ് എൻ്റെ പ്രായം. എനിക്കിവിടെ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് തന്നെ. എങ്ങനെയാണ് ഈ ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പോയി പറയണം, എങ്ങനെയാണ് ഇതിനെ നടത്തിക്കൊണ്ട് പോകണം, എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷൻ പയ്യന്മാരെ എങ്ങനെ വളർത്തിക്കൊണ്ട് പോകണം, പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കണം, അടുത്ത് എങ്ങനെ വികസനം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം, ഏത് പദ്ധതിയൊക്കെ നടപ്പാക്കണം എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിവ് കിട്ടിയിട്ടുണ്ട്. അതിന് മുന്നോട്ട് തന്നെ ഞാൻ വയ്ക്കും. അതിന് ഏത് പ്രതിസന്ധി വന്നാലും അത് ഞാൻ നേരിട്ട് തന്നെ മുന്നോട്ട് പോകും. പളനാടില് നിങ്ങൾ ജയിച്ചു എന്ന് വിചാരിക്കും. പളനാടില് വാർഡ് മെമ്പറായിട്ട് ജയിച്ചു. പക്ഷെ പഞ്ചായത്തിൽ നിങ്ങൾ പോയി ചോദിക്കുമ്പോ പഞ്ചായത്ത് UDFന്റെ കയ്യിൽ ഭരണം കിട്ടിയെന്ന് വിചാരിക്കേ. അങ്ങനെ ആവുമ്പോ നിങ്ങളെ ഈ പറയുന്ന പാർട്ടിക്കാര് എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലല്ലോ, ഇപ്പൊ ഈ പ്രാവശ്യം അങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്സ്. ഈ പ്രാവശ്യം പഞ്ചായത്ത് കോൺഗ്രസ് ഒന്നും വരാൻ പോകുന്നില്ല. കാരണം പയ്യന്മാരുടെ ഒരു ഇതുണ്ട്. ഇവിടെ ഒരു മൈതാനം, അതായത് ഒരു ഗ്രൗണ്ട് ആവശ്യമുണ്ട് ഇവിടെ മെയിനായിട്ടും. കോൺഗ്രസ് ജയിച്ചാലും എത്രകാലം 45 വർഷം കോൺഗ്രസ് അനുസരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്നില്ല. പയ്യന്മാർക്ക് ചെയ്തു കൊടുക്കാമല്ലോ. അതല്ലല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതില്ല, ഈ 45 വർഷം ഈ പറഞ്ഞതാർ ഇത് തന്നെയാണ് പറയുന്നത്. അതിന് ശ്രമിച്ചാൽ അതിന് നമ്മൾ ഒരു കാര്യത്തിനും വീഴ്ച നിൽക്കുന്നില്ല. അതിന് നമ്മൾ വിമർശനം കുറച്ച് നിൽക്കുക. കാരണം ഈ പ്രാവശ്യം അങ്ങനെയല്ല. സർക്കാർ കുടിമേഖലയിലൊക്കെ കറണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് തായ്വാനംകുടി കൊടുത്തിട്ടുണ്ട്, വെള്ളക്കൽ കുടി ആവശ്യം പോലെ 18 കോടിയാണ് സർക്കാർ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആദിവാസി മേഖലയിൽ കറണ്ട് കൂടി എത്തിച്ചിട്ടുണ്ട്. അതുപോലെ ലൈഫ് പദ്ധതി വീട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് നമ്മൾ റേഷൻ അരി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ LDF ആണ് ഇപ്പൊ ഇവിടെ പിന്നെ കൊണ്ടു കൊടുക്കും. അല്ലല്ല, അത് പറയാൻ പറ്റത്തില്ല. അതിപ്പോ ഈ ഇടക്കാലത്തിൽ കൊടുത്തതായതുകൊണ്ടല്ലേ നിങ്ങളുടെ ചോദ്യങ്ങൾ. അതല്ല, ഇത് മുമ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ 18 മാസത്തിന് ഒന്ന് കുടിശ്ശിക വെച്ചതല്ലല്ലോ ഈ സർക്കാർ. 3 മാസം എങ്കിലും കൃത്യമായിട്ട് കൊടുക്കുന്ന സർക്കാരാണ്. ആ 6000 കോടിയാണ് LDF സർക്കാർ കേരളത്തിന് ബാധ്യത വരുത്തി വെച്ചിരിക്കുന്നത്. അല്ലല്ല, അത് നമുക്ക് മറുപടി പറയാം. അതിനിപ്പം മറുപടി പറയാൻ നമ്മുടെ പാർട്ടി തലപ്പത്തുള്ള ആൾക്കാരുണ്ട്. അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരും. അത് ഇവിടെ ഞാൻ അതിനെ അത്ര ദൂരം കടക്കുന്നില്ല. ഞാൻ കടക്കുന്നത് എൻ്റെ ആദിവാസി മേഖലയിലുള്ള പ്രശ്നത്തിനാണ് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ അവിടെ ഒരു പ്രശ്നവും ഇല്ലെന്നാണോ പറയണേ? അവിടെ ഈ പറയുന്ന റേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, പിന്നെ കുടിവെള്ളം കിട്ടുന്നുണ്ടോ? കുടിവെള്ളമൊക്കെ നടപ്പാക്കേണ്ടത് അതല്ലേ പഞ്ചായത്തിന്റെ കാര്യം നാം പറഞ്ഞത്. പഞ്ചായത്തിന്റെ കാര്യങ്ങളാണ് അവിടേക്ക് എത്താത്തത്. കേരള സർക്കാരിന്റെ എല്ലാ പദ്ധതികളും എത്തുന്നുണ്ട്. അതെ, ലൈഫ് പദ്ധതി വീട് കൊടുത്ത് അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ കറണ്ട് എല്ലാ സ്ഥലത്തും എത്തിക്കേണ്ടത് കുടിമേഖലയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ഈ വട്ടം തിരിച്ചറിവ് ആൾക്കാർ കിട്ടി. ഇത് ആരാണ് കറക്റ്റാ തരുന്നിട്ട്. അത് LDF സർക്കാർ ഈ 10 വർഷം മുമ്പിൽ അങ്ങനെ അല്ലായിരുന്നു. ആദിവാസി മേഖലയിൽ ഒരു കറണ്ട് ഇല്ലായിരുന്നു വീട്ടിൽ. നിങ്ങൾ പോയി മുമ്പിൽ 10 വർഷം മുമ്പിൽ കയറുവാണെങ്കിൽ ഒരു ഒറ്റ വീട്ടിൽ പോലും കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. LDF സർക്കാർ വന്നിട്ട് എല്ലാ വീട്ടിലും കറണ്ടായി. അത് എല്ലാവരുടെ TV ആയി. എല്ലാവരും മറ്റേ രാഷ്ട്രീയ ബോധവർക്കുള്ള ആയി. അതെ, അതെ, എന്റെ കേബിൾ പോലെ ഇത് മറയൂരുടെ കേബിൾ പോലെ അതിലെ കാണണേ. അപ്പൊ അത്രയും വികസനം ആക്കി. ഇത് ആരാ കൊണ്ടുവന്നത്? പണ്ട് ഉണ്ടായിരുന്നത് അവിടെ ഒരു ചെറിയ റൂം പോലെ പണിതിട്ട് ചെറിയൊരു ഷെഡ്, അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ TV വെച്ചിരുന്നു. 5 മണിയാവുമ്പോ ആ TV ഓൺ ആവും. ഏകദേശം ഒരു 6:30 ഒരു സിനിമ അല്ലെ അത്രേ കാണാൻ പറ്റുള്ളൂ. അത് മറ്റേ ഒരു സിനിമ ഇടും. സോളാറിലായിരുന്നു അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഒരു സിനിമ കഴിയുമ്പോഴത്തേനും 6:30-7 മണിയാവുമ്പോഴത്തേനും കുടിയിലുള്ള കംപ്ലീറ്റ് ആൾക്കാർ കിടന്ന് ഉറങ്ങുമായിരുന്നു അല്ലെ. എന്നിട്ട് 4 മണിയാവുമ്പോ 3:30 ആവുമ്പോ തൊട്ട് ഇവരെ എഴുന്നേക്കാൻ തുടങ്ങും. എഴുന്നേറ്റിട്ട് മൊത്തം വീടും ചാണകം വെച്ച് മെഴുകി അവിടെ മൊത്തം, നമ്മള് സാധാരണ രാവിലെ എഴുന്നേറ്റ് വീട് തൂത്തുവാരിയാണ് ചെയ്യാറ്. ഇവര് അങ്ങനെയല്ലേ ചെയ്യാ. മൊത്തം വീടും കരി കലക്കിയിട്ട് അല്ലെ, ചാണകത്തിൽ കരി കലക്കി മൊത്തം വീടും മെഴുകി എടുക്കും. നമ്മൾ ഈ 7 മണിക്കും 8 മണിക്കും ഒക്കെ എഴുന്നേറ്റ ആൾക്കാർക്ക് ഇവിടെ ഇവരുടെ കുടികളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണി എന്നൊക്കെ പറയുമ്പോൾ ഉച്ചയാകുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു വിശപ്പുണ്ടല്ലോ, അതുപോലത്തെ വിശപ്പ് വരും. 3:30 എഴുന്നേറ്റ് 5 മണി ആവുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്. ഇപ്പോ കറണ്ട് വന്നപ്പോ ആ ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും മാറ്റം വന്നോ? അല്ല, സിസ്റ്റത്തിന്റെ മാറ്റത്തിനല്ലേ ഇത് പറഞ്ഞത്. ഞാൻ ടിവിയിലാവുമ്പോൾ എല്ലാവരും ടിവിയിലായി. അത് വാർത്ത ഒക്കെ കാണുക. എത്ര മണി വരെ ഇരിക്കും? അതിപ്പോ ഏകദേശം 8, 9, 10 മണിയൊക്കെ അത് കാണുന്നുണ്ട്. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും ഇപ്പൊ അവിടെയുള്ളവര്? രാവിലെ 5:30-6 മണിക്ക് 5 മണിക്കൊക്കെ 4:30 എഴുന്നേക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. 3:30 എഴുന്നേൽക്കുന്നവരുണ്ടോ? 3:30 എഴുന്നേൽക്കുന്നവരുണ്ടോ എന്ന് സംശയമാ. ഏതായാലും 4 മണിക്ക് ശേഷം എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേക്കും. എന്നിട്ട് നേരത്തെ 7 മണിയാകുമ്പോഴത്തേനും
പണ്ട് പോകുന്ന പോലെ കാട്ടി തോട്ടത്തിൽ പോകും 7 മണിയാകുമ്പോൾ 8 മണിയാകുമ്പോൾ 9 മണിയൊക്കെ എല്ലാവരും തോട്ടത്തിൽ പോകും. നമ്മള് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ പോകുന്ന സമയത്ത് 7 മണിക്കൊക്കെ അല്ലേ നമ്മളൊക്കെ ഒന്ന് ഉറക്കമുണർന്ന് റെഡിയായി ഫ്രഷ് ആയി ഇവരെ കാണാനായിട്ട് പറ്റുള്ളൂ. 7 മണിക്ക് ആ കുടിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഒരു വീട്ടിലും ഉണ്ടാവില്ല. പിന്നെ ഇവരെല്ലാം തിരിച്ചു വരുന്നത് 4 മണിക്കാണ്. 4 മണിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ നമുക്ക് അതുവഴി വരാനും പറ്റില്ല. 4 മണിക്ക് ശേഷം വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് കൊണ്ട് 4 മണിക്ക് മുമ്പായിട്ട് കുടിയിൽ നിന്ന് തിരിച്ചു പോരേണ്ട അവസ്ഥയായിരുന്നു. അപ്പൊ ഇപ്പൊ ആ അവസ്ഥകളൊക്കെ മാറിയോ? ഡിഫറൻസ് ആയി. നല്ല വട്ടമുള്ളതായതുകൊണ്ട് TV വന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുടെ പുരോഗമനത്തിന് സഹായിച്ചിട്ടുണ്ട്. അതിൽ തിരിച്ചറിയാനുള്ള ഒരു അറിവ് കിട്ടി. കറണ്ട് വന്നതായതുകൊണ്ട് എല്ലാവരും TV ആയിരുന്നു. ഇത്ര കാലം കറണ്ട് കൊടുക്കാതെ കൂപമണ്ഡൂപകങ്ങളാക്കി ഇവരെ അവിടെ പൊതിഞ്ഞു സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കറണ്ട് വന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു സമൂഹത്തില് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് വന്നത്. എഴുതാനും വായിക്കാനും അറിയാത്തവർ ഇപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ കേട്ട് മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങൾ. അതുപോലെ മൊബൈൽ എങ്ങനെയാ? മൊബൈലൊക്കെ അത്യാവശ്യം എല്ലാവരും വീട്ടിലും യൂസ് ചെയ്യാൻ ഗൂഗിൾ പേ ഒക്കെ ചെയ്യാൻ അറിയോ? അറിയുന്നുണ്ടല്ലോ. ഇപ്പൊ പയ്യന്മാരൊക്കെ ഗൂഗിളിലാണ് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. അതെ, അതൊക്കെ നല്ല പുരോഗമനം. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ ഇപ്പോ MLA വന്നിട്ട് നമ്മുടെ MLA ഫണ്ടിൽ ഒരു കുടിക്ക് 1 കോടി വെച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ കുത്തിയൽകുടിക്ക് 1 കോടി വെച്ചായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള കാര്യം വികസനമായിരുന്നു. ഈ 1 കോടി കൊണ്ട് എന്താ അവിടെ ചെയ്യാൻ പോകുന്നത്? അവിടെ നമ്മളെ ഒരു വെച്ചിട്ടുള്ളത് നമ്മളെ ഒരു കമ്മ്യൂണിറ്റിക്കാര്, അതുപോലെ ഒരു റോഡ്. അപ്പൊ റോഡ് അമ്പലക്ഷത്തിന് മേളിൽ വരും. അപ്പോൾ നമുക്ക് 1 കിലോമീറ്റർ മേളിലേക്ക് കിട്ടുകഴിക്കും നമ്മൾ. അപ്പൊ അവിടെ വികസനമായില്ലേ. അപ്പൊ അതുപോലെ നമ്മുടെ കമ്മാളം കുടിക്കും കൊടുത്തു, നമ്മളെ ഇരുട്ടള കുടിക്കും കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ LDF സർക്കാരിൽ അവിടെ കുടിയിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സർക്കാർ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് ചോദ്യത്തിന് ഒരു മറുപടി, ഇവിടെ പഞ്ചായത്ത് കോൺഗ്രസ് ആയാലും എന്നിട്ട് കോൺഗ്രസ് ഒരു കാരണവശാലും ആകത്തില്ല. കാരണം ആദിവാസി മേലെ പിടിച്ചാലല്ലേ ഇവിടെ കോൺഗ്രസ് ആകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ജയിക്കാൻ പോകുന്നത് LDF തന്നെയാണ്. അത് ഉറച്ചു നിൽക്കുക. അതാണ് എന്റെ ഒരു മറുപടി. എത്ര സീറ്റ് കിട്ടും LDF-ന്? LDF-ന് എങ്ങനെയെങ്കിലും ഒരു 10 സീറ്റെങ്കിലും കിട്ടും. 10 സീറ്റ് LDF-ന് കിട്ടുമെന്നാണ് ശ്രീമുരുകൻ പറയുന്നത്. അതെ, അതിൽ 1 സീറ്റ് പളനാടായിരിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എത്ര? 1250 വോട്ടാണ്. 1250 വോട്ടാണ് പളനാട് വാർഡിലുള്ളത്. ഏകദേശം 400ഓളം വീടുകള് ഉള്ള ഒരു സ്ഥലമാണ് അത്. അപ്പൊ ശ്രീമുരുകൻ അതിനകത്ത് എത്ര വോട്ട് കിട്ടാനാണ് സാധ്യതയുള്ളത്? ഈ പറയുന്ന 1250 വോട്ടാണ് അവിടെ ഉള്ളത്. അതിൽ എത്ര വോട്ട് ശ്രീമുരുകന് കിട്ടുന്നതാണ്? എനിക്ക് 1000 വോട്ടെങ്കിലും കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. സംശയമില്ല. 250 വോട്ട് എവിടെ പോയി? അതും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാ പിന്നെ അവിടെ പാർട്ടി വോട്ട് അങ്ങനെ പോയാലും നമുക്ക് 1000 വോട്ടെങ്കിലും നമ്മൾ ജയിക്കുമെന്നാണ് എന്റെ കരുതൽ. അസാധുവായി പോകുന്ന വോട്ടുകളും പിന്നെ ചെയ്യാതെ വരുന്ന വോട്ടുകളും ഒക്കെ കുറച്ചിട്ട്. അതെ അപ്പൊ പാതി പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റും, പാതി പേര് വോട്ട് ഇല്ലാതെ ഇരിക്കും. അങ്ങനെ മിസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടിയ 1000 വോട്ട് വരുവാണെങ്കിൽ ആ 1000 വോട്ട് തന്നെ എനിക്ക് തന്നെ കിട്ടുമെന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. 1000 വോട്ട് കിട്ടിയ വൻ ഭൂരിപക്ഷമാണ്. ഈ പഞ്ചായത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ശ്രീമുരുകൻ ജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് പളനാട് വാർഡിലേക്ക് ഓരോ വോട്ടർമാരുടെ അടുത്തും വോട്ട് ചോദിച്ച് ശ്രീമുരുകൻ വരുന്നത്. ഇത് ഓവർ കോൺഫിഡൻസ് ആണോ അതോ ശരിക്കും സംഭവിക്കും? അതെ, നമ്മൾ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ആൾക്കാരായിട്ട് നല്ല ബന്ധം വെച്ചു. ആൾക്കാരായിട്ട് നമ്മൾ ഇടപെട്ടു. ആൾക്കാരുമായിട്ട് കിട്ടിയ റിസൾട്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ശ്രീമുരുകൻ വരണം, ഇവിടെ ശ്രീമുരുകൻ വന്നിട്ട് മാറ്റം വേണമെന്ന് നമ്മുടെ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥിരമായിട്ടേ നമ്മളൊരു പാർട്ടിക്ക് ഇലക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. നമ്മൾ ആ വോട്ട് ചെയ്യാനായിട്ട് ആ മെഷീന്റെ അടുത്ത് പോകുമ്പോ നമ്മൾ ഇന്ന ആൾക്ക് ചെയ്യണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു പോയാലും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ചിഹ്നം കാണുമ്പോൾ അതിലേക്ക് കൈ അറിയാതെ പോകും. ആ ഒരു ഇതുണ്ടല്ലോ, 45 വർഷമായിട്ട് ഇവിടുത്തെ ആൾക്കാർ പ്രാക്ടീസ് ചെയ്ത ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്ത് 1000 ആളുകള് ശ്രീമുരുകൻ വോട്ട് ചെയ്യൂ. പിന്നെ എല്ലാവരും ബോധന്മാരല്ലേ ആണല്ലോ. പള്ളനാട്ടിൽ പ്രത്യേകിച്ച് പറയുന്നത് നല്ല ബോധന്മാരാ. എന്നെ സംബന്ധിച്ചോളം പള്ളനാട് എന്ന് പറയുന്നത് നല്ല ബോധവന്മാരാ. അമ്മമാർക്ക് കൃത്യമായിട്ട് അറിയാം ആർക്കാ വോട്ട് ചെയ്യണം, ആർക്കാ വോട്ട് ചെയ്യേണ്ടെന്ന്. അതില് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വാർഡാണ് പള്ളനാട്. അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് എനിക്ക് പൂർണ്ണമായിട്ട് വോട്ട് കിട്ടും. അതിൽ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ, എനിക്ക് കിട്ടും. ഞാൻ അവിടെ ജയിക്കുകയും ചെയ്യും. അതായത് ഇപ്പൊ ശ്രീമുരുകൻ പറഞ്ഞു വന്നത് പളനാടുത്തെ ആൾക്കാർക്ക് ബോധമുണ്ടോ
ഇല്ലയോ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണത്രേ ഈ പറയുന്ന ഇലക്ഷൻ. അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല, അതിനെ പറയാനല്ല. കോൺഗ്രസിനോ BJPക്കോ വോട്ട് ചെയ്താൽ അവിടെയുള്ള ആൾക്കാര് ബോധമില്ലാത്തവരും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അമ്മമാർക്ക് അറിയാമല്ലോ ആർക്കാ വോട്ട് ചെയ്യുന്ന അറിയാമല്ലോ. ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ ഏത് മെമ്പർ പളനാട് വാർഡിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പ്രാപ്തനായ നേതാവ് ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പളനാടത്തെ വോട്ടർമാർക്ക് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ വിശ്വാസത്തിൽ എടുക്കുന്നു. കാരണം അമ്മമാർ നല്ല ബോധവന്മാരാ. അപ്പൊ തോറ്റു കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവോ? അതെന്താ, അതെങ്ങനെയാ തോക്കുന്ന ഒരു വിശ്വാസത്തിൽ നമ്മളെ മനസ്സിലില്ല. ജയിക്കുന്നതെന്ന് ഞാൻ വിശ്വാസം തന്നെ. ആൾക്കാരായിട്ട് ഇടപെടപ്പോഴും തന്നെ ഒരു പോസിറ്റീവായിട്ട് കിട്ടി. എത്ര ശതമാനം വിശ്വാസമുണ്ട് ഇത് ജയിക്കും? അത് 100-99 വരെ നമുക്ക് വിശ്വാസമുണ്ട്. ആ 1% എന്താ ഒരു ഡൗട്ട്? എന്താ 1%? അതാണോ? എന്നും 100 പറയരുതല്ലോ. അത് എന്നും ശരിയാകത്തില്ലല്ലോ. 100 എന്നും കംപ്ലീറ്റ് ചെയ്ത് എവിടെ പാകത്തിലില്ല. നോണ പറയാൻ പാടില്ല അല്ലെ? അത് അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ കൂടുതൽ തെറ്റിദ്ധരണിക്ക് വരരുത്, അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഒരു കാരണം വെച്ചാൽ അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. നല്ല പ്രാക്ടിക്കലുള്ള ആൾക്കാരാണ് പളനാട്ടുകാർ. പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എന്നെ അയമാർ അവിടുത്തെ നാട്ടുകാർ എന്നെ സഹായിക്കും. തീർച്ചയായിട്ടും എന്നെ ഈ പ്രാവശ്യം വിജയിപ്പിക്കും. എൻ്റെ നാട്ടിന് വേണ്ടി, ഗുണത്തിന് വേണ്ടി ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ വിജയിപ്പിക്കും. മറ്റേ കാലത്ത് ഞാൻ മറുപടി കടക്കുന്നില്ല. മാറി നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു വോട്ട് കിട്ടിയില്ലോ അങ്ങനെ അത് നിങ്ങൾ കട്ട് ചെയ്യണം. കാരണം ഞാനത് പറയുക പ്രത്യേകിച്ച് അത് എങ്ങനെ നാട്ടിലുള്ളവരാണ് വിചാരിക്കുന്നത്. എൻ്റെ പോസ്റ്റ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അവിടെ ഇരിക്കുന്ന ഓരോരോ വീട്ടുകാരും. ഞാൻ അത്രയും പേര് എന്നെക്കാരും മേളിൽ, എൻ്റെ അച്ഛനമ്മേനെക്കാരും മേളിലുള്ള കാണുന്ന ആളുകളായിട്ടാണ് പളനാട്ടുകാരെന്നെ പ്രത്യേകിച്ച് കാണുന്നത്. അങ്ങനെ സ്നേഹിക്കുന്ന ആളുകളെ നമുക്ക് അങ്ങനെ അനച്ചു നിൽക്കുകയാണ്. അപ്പൊ അണച്ചു നിൽക്കുമ്പോൾ എനിക്ക് ആ പൂർണ്ണ വോട്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, അതിലെന്താ ഡൗട്ട്? എനിക്ക് ഡൗട്ടില്ല. എനിക്ക് പഞ്ചായത്തിൽ വോട്ടില്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് ഏത് പാർട്ടിയെയും വിമർശിക്കാം. കാരണം എനിക്ക് ഒരു പാർട്ടിക്ക് ഞാൻ വോട്ട് കൊടുക്കാൻ പോകുന്നില്ല. ഇവിടെ എന്റെ വോട്ട് ഈ പഞ്ചായത്തിലെ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരുന്ന് സംസാരിക്കുന്നത്. പിന്നെ ശ്രീമുരുകന്റെ ഈ കോൺഫിഡൻസിനെ ഞാൻ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ വോട്ടർമാർക്കാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വോട്ടർമാരാണ് ഇത് തീരുമാനിക്കേണ്ടത്, ഏത് ആളെയാണ് നമ്മൾ വാർഡ് മെമ്പർ ആയിട്ട് വെക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോ ശ്രീമുരുകന്റെ അടുത്ത് ആരെങ്കിലും വന്ന് ഇപ്പൊ മെമ്പർ ആയി കഴിഞ്ഞു എന്ന് വിചാരിക്കും, ആരെങ്കിലും വന്ന് എന്തെങ്കിലും പരാതികൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഇന്ന സാധനം ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ലൈഫിന്റെ ഒരു വീട് നിങ്ങൾക്ക് പാസ്സാക്കാൻ പറ്റുന്നതാണ്. കാരണം വാർഡ് മെമ്പറിന്റെ അണ്ടർ കൺട്രോളിൽ വരുന്ന ഒരു ഏരിയയാണ് ഗുണഭോക്താക്കളെ. ലൈഫ് മിഷന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഭവന നിർമ്മാണ പദ്ധതിയുടെ ഒരു ഗുണഭോക്താവിനെ അവിടെ തെരഞ്ഞെടുക്കണം. അപ്പൊ നിങ്ങള് തെരഞ്ഞെടുക്കാനായിട്ട് വരുമ്പോ നിങ്ങൾക്ക് വോട്ട് ചെയ്ത പാർട്ടിയുടെ ആൾക്കാർക്ക് വോട്ട് കൊടുക്കുവോ, അല്ല ഈ മിഷന്റെ സ്കീമിൽ ഉൾപ്പെടുത്തി കൊടുക്കുവോ? അതായത് ഗ്രാമസഭയിൽ കൂടിയാണല്ലോ ഇത് തീരുമാനിക്കുന്നത്. അപ്പോ ശ്രീമുരുകൻ അവിടെ നിന്ന് ജയിച്ച ഒരു മെമ്പർ ആണ്. ഇപ്പോ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും. അപ്പൊ ഈ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുമ്പോ പാർട്ടിക്കാരായിട്ടുള്ള ആളുകളെ ഇന്ന ആള് എനിക്ക് വോട്ട് ചെയ്തതാണ്, ഇത് നമ്മുടെ പാർട്ടിക്കാരനാണ്, ഇവർക്ക് വീട് കൊടുക്കാം. മറ്റേ ആള് അയ്യോ അയാൾക്ക് കൊടുക്കണ്ട, അയാള് നമ്മുടെ പാർട്ടിക്കാരനല്ല, അപ്പൊ അയാൾക്ക് കൊടുക്കണ്ട. പക്ഷെ അയാളുടെ വീട് പൊട്ടിപ്പൊളിഞ്ഞ് വളരെ മോശം അവസ്ഥയിൽ കിടക്കുക. പക്ഷെ അത് എന്റെ പാർട്ടിക്കാരനല്ലാത്തതുകൊണ്ട് എനിക്ക് അവനൊന്നും കൊടുക്കണ്ട എന്ന് തീരുമാനിക്കോ? അതോ ആവശ്യമുള്ള ആളുകളുടെ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ കിടക്കുന്ന ആളുകളെ നോക്കി ഗുണഭോക്താക്കളായി എല്ലാവരെയും ഒരുപോലെ കണ്ട് നിങ്ങൾ ഗ്രാമസഭയില് സ്കീമുകള് ആളുകൾക്ക് കൊടുക്കോ? അതോ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് എന്റെ കൂടെ നിന്ന് ഇത്ര ജയ് വിളിച്ച ആൾക്കാരാണ്, എന്നെ ഇലക്ഷൻ ഇത്രയും സഹായിച്ച ആൾക്കാരാണ്, ഇവർക്കൊക്കെ സഹായങ്ങൾ എങ്ങനെയായിരിക്കും അത് ചെയ്തു കൊടുക്കണത്? അത് ഇപ്പോ നിങ്ങൾ പറയുന്നത് ഒന്ന് അങ്ങനെ രാഷ്ട്രീയ ചോദ്യം ചെയ്ത് നമ്മൾ ആ വാർഡിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവിടെ നാടിന്റെ പ്രശ്നം എങ്ങനെയാണോ, അതായത് എല്ലാവർക്കും അർഹതപ്പെട്ട സാധനം എല്ലാവർക്കും എത്തിക്കണം. അത് രാഷ്ട്രീയവാദം നോക്കിയിട്ട് കാര്യമില്ല. അവിടെ കോൺഗ്രസ്സുകാരുണ്ടായിരിക്കും, BJPക്കാരുണ്ടായിരിക്കും, കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരിക്കും, എല്ലാവരും ഉണ്ടായിരിക്കും. എല്ലാവരും ചേർത്തിട്ടാണ് നമ്മൾ വിജയിപ്പിക്കുന്നത്. അവിടെ രാഷ്ട്രീയവാദം നമ്മൾ ഒരിക്കലും എല്ലാവരും ചേർത്ത് വിജയിപ്പിക്കില്ല. അവരവരുടേതായ പാർട്ടിക്കാർക്ക് മാത്രം എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? എങ്ങനെയായിരിക്കും വാർഡ് മെമ്പർ ആയി കഴിയുമ്പോൾ എല്ലാവരും പൊതുവായിട്ടേ കാണും. അതെ അതെ, അതിന് സംശയമില്ല. എല്ലാവർക്കും അർഹതപ്പെട്ടവർക്ക് എല്ലാ സർക്കാരിൽ തന്നെ പദ്ധതി കൃത്യമായിട്ട് ആ വാർഡിൽ വോട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾ അവർക്ക്
ചെയ്യും, അത് ഉറപ്പാണ്. അവിടെ നമുക്ക് അവിടെ സർക്കാർ തരുന്ന പദ്ധതി കൃത്യമായിട്ട് ആ ഇടത്താന്ന് ഒരു തടസ്സമില്ലാത്ത ജനങ്ങൾ മുന്നിൽ എത്തിക്കും. അത് ഉറപ്പെന്നാണ് പറയുകയാണ്. ഇപ്പൊ ഒരു ലൈഫ് മിഷനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കീമിലോ ഒരാൾക്ക് വീട് പാസ്സായി, അപ്പൊ അയാള് പറയാണ് നിങ്ങൾ എന്തായാലും എനിക്ക് ഈ വീട് പാസ്സാക്കി തന്നില്ലേ, അപ്പൊ ഒരു 20,000 രൂപ ശ്രീമുരുകൻ വെച്ചോ എന്ന് പറഞ്ഞ് തന്നാൽ വാങ്ങുമോ? ശരി, അത് ആ വഴിക്ക് പോകത്തില്ല. അതിൽ നിന്നാണ് വ്യത്യാസം. അതിൽ നിന്നാണ് എന്റെ ആദിവാസി മേലെ എന്നെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് മനസ്സിലാക്കും. ഒന്നും അങ്ങനെ ചെയ്യില്ല. കാരണം അത് ഒരു 7 ലക്ഷം രൂപ പാസ്സാക്കുകയാണെങ്കിൽ ആ 7 ലക്ഷം ആ വീട്ടുകാർക്ക് തന്നെ പോകണം. അവിടെ കമ്മീഷൻ മേടിക്കാനോ അവിടെ പൈസ മേടിക്കാനോ അല്ല ശ്രീമുരുകൻ ഉദ്ദേശിക്കുന്നത്. ശ്രീമുരുകനെ ആവശ്യപ്പെട്ടത് എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ കൃഷിയാണ് അത്യാവശ്യം ചെയ്യുന്നത്. അവിടെ കഞ്ഞി കുടിക്കാനുള്ള എല്ലാ ബാധ്യതയും എൻ്റെ സർക്കാർ 30 കിലോ അരിയും തരുന്നുണ്ട്. അതുപോലെ എനിക്ക് അത്യാവശ്യം ജീവിച്ചുള്ള എല്ലാ മാർക്കും എൻ്റെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇട്ട് കൈ വിട്ട് വാരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് കിട്ടുന്ന അവസരം, ആ 5 വർഷക്ക് എന്ത് അവസരം കിട്ടുന്നുണ്ടോ ആ അവസരത്തിന് സർക്കാർ തരുന്ന പദ്ധതിനെ കൊണ്ട് നമ്മളവിടെ ഏൽപ്പിക്കണം. അതുമാത്രമല്ല പെടാത്ത അവിടെ വികസനം കാണാത്തതിനെ കണ്ടെത്തിക്കൊണ്ട് സർക്കാരിൻ്റെ ഏൽപ്പിക്കുക. ഇതാണ് എൻ്റെ ഉത്തരവാദിത്വം. അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. അപ്പൊ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ നമുക്ക് കുറെ വീടുകൾ പണിയാനായിട്ടുള്ള അവസരം കിട്ടുമല്ലോ. അപ്പൊ ഒരു കോൺട്രാക്ടർ വന്നിട്ട് ശ്രീമുരുകനോട് പറയാണ്, ശ്രീമുരുക ഈ കോൺട്രാക്ട് എനിക്ക് താ, ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാം, വേറെ ആൾക്കാർക്ക് കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ പാർട്ടിയുടെ തന്നെ ഒരു വർക്കൊക്കെ ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ ആണെന്ന് വിചാരിക്കേ. എന്നാൽ അതിന്റെ ഇപ്പുറത്തെ നിങ്ങളുടെ പാർട്ടിയിൽ വരാത്ത വേറൊരാള് ലൈസൻസ്ഡ് കോൺട്രാക്ടർ വേറെ ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ ഏത് കോൺട്രാക്ടർക്കായിരിക്കും ഈ വർക്ക് എല്ലാം കൊടുക്കുക? അതൊക്കെ നമ്മുടെ വീട്ടിൽ മേടിക്കുന്നില്ലേ വീട്ടുകാർ, അവിടെ മേടിക്കുന്നുണ്ടല്ലോ വീട്ടുകാർ, അത് അയമാർ കൈകാര്യം ചെയ്യും. നമ്മൾ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ വീട് നന്നായിട്ട് ചെയ്തോ, ആർക്കും കൊടുക്കരുത്, നിങ്ങൾ തന്നെ ചെയ്തോ എന്ന് ഉത്തരവാദിത്തോടെ പറയാം. അത് കോൺട്രാക്ടർ സെലക്ട് ചെയ്യുന്നതിനൊക്കെ വാർഡ് മെമ്പർക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള വീടുകളെല്ലാം, പഞ്ചായത്തിന്റെ വീടുകളെല്ലാം ഒരു കോൺട്രാക്ടർക്കൊക്കെയാണ് പൊതുവെ കൊടുത്ത് കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങള് ശ്രീമുരുകന് ലാഭമുള്ള കോൺട്രാക്ടർക്ക് കൊടുക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ കോൺട്രാക്ടർക്ക് കൊടുക്കോ, അല്ല പൊതുവായിട്ട് കൊട്ടേഷൻ വെച്ച് നല്ല കോൺട്രാക്ടറെ കണ്ടെത്തി ആളുകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ആളുകൾക്ക് കോൺട്രാക്ടർക്ക് കൊടുക്കുക വർക്ക്? ഞാൻ അതിലും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. കാരണം ആ വീട്ടുകാരെ തന്നെ എടുത്ത് ഒരാളെ കണ്ടെത്തി അമ്മ തന്നെ പണി ചെയ്തോട്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ആരെ കൊണ്ടുവന്നാലും അതെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അമ്മമാർക്ക് കൊടുത്തുവിടെ, അമ്മമാർ ആർക്കും കൊടുത്തോട്ടെ. ആ ശ്രീമുരുകനോ പാർട്ടിയോ അല്ല തീരുമാനിക്കുന്നത്. ഒരാൾക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ പുള്ളിയുടെ വീട്ടിന് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അമ്മമാർ സ്വന്തമായിട്ട് പണിയാം, കുറച്ച് പൈസ കിട്ടിയെങ്കിലും നന്നായിട്ട് പണിയാം. അതൊക്കെ അമ്മമാരുടെ ഉത്തരവാദിത്തം കൊടുക്കും. അതുകൊണ്ട് ശ്രീമുരുകൻ അവിടെ കോൺട്രാക്ട് കൊണ്ടുവരും, അവിടെ ഒരു അഴിമതി കാണിക്കുന്നു, ഒരു കാരണം വെച്ചാൽ അങ്ങനെ നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ വീട് തരുന്നത് വീട്ടുകാർക്ക് തന്നെയാണ്. ഈ മണല്, സിമന്റ്, കല്ല്, കട്ട, കമ്പി ഇതിലൊക്കെ നല്ല ലാഭം കിട്ടും. ശ്രീമുരുകൻ അതിൽ ഏതെങ്കിലും അല്ലല്ല, അത് എഞ്ചിനീയർ ഉണ്ടല്ലോ, ആ എഞ്ചിനീയർ അവിടെ അത് പരിശോധിക്കണം. കറക്റ്റായിട്ട് അവിടെ സിമന്റ് ഇടുന്നുണ്ടോ. ഇനി അവിടെ ലൈഫ് മിഷന്റെ പദ്ധതികൾ എന്തെങ്കിലും നടപ്പിലാക്കാൻ പോകുമെന്ന് വിചാരിക്കും. ഇതിനകത്ത് വീട്ടുകാർ തന്നെ ഒരാൾക്ക് കോൺട്രാക്ട് കൊടുത്തു. ഇപ്പൊ എന്തായാലും കോൺട്രാക്ടർമാര് ചക്കരയിൽ ഈ ചോട്ടുന്ന പോലെ ഒരു പദ്ധതി വരുമ്പോഴത്തേനും എല്ലാ കോൺട്രാക്ടർമാരും കൂടെ അതിനകത്ത് വന്ന് പൊതിയും. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിച്ച് അവർ അതിന്റെ വർക്ക് ഏറ്റെടുക്കും. എന്നിട്ട് വർക്ക് പൂർത്തിയാക്കാതെ ഈ ജനങ്ങളെ വഞ്ചിച്ച് ഇതിൽ ഡിലേ വരുത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൂർത്തിയാക്കാതെ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ച് ഇതിന് തടസ്സങ്ങളായി ഈ ആളുകൾക്ക് ഇതിന്റെ ഗുണം അനുഭവിക്കാൻ പറ്റാതെ ഈ വർഷങ്ങൾ കടന്നുപോയാൽ ശ്രീമുരുകൻ എന്ത് ചെയ്യും? അല്ല, അതിനാണ് നമ്മൾ ശ്രദ്ധ കാണിക്കാൻ പോകുന്നത്. കാരണം പെൻഡിങ്ങിൽ നിൽക്കുന്ന ഇപ്പോൾ ഒരാൾ പാതിയിൽ ഇട്ട് പോവുക, അതിന് നമ്മൾ അവിടെ നിന്ന് തന്നെ അതിന് ചെയ്യിപ്പിക്കും. അതാണ് എന്റെ ഉത്തരവാദിത്തം. ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്നത് കേസ് കൊടുക്കും അവർക്കെതിരെ. പിന്നെ അത് വേണ്ടപ്പെട്ട നടപടിക്ക് എടുക്കാമല്ലോ. എഞ്ചിനീയറൊക്കെ ഗവൺമെന്റിൽ പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അത് ആൾമാരെ കൊണ്ട് നമ്മൾ അത് ചെയ്യിപ്പിക്കും. അതെ, അതിനുള്ള വിദ്യാഭ്യാസം കയ്യേറമോ പാറ്റി പഠിത്തമൊക്കെ എനിക്ക് ഉണ്ടല്ലോ. അത് വേണ്ടപ്പെട്ട ധൈര്യം ഉണ്ട്. പിന്നെ അതിൽ എന്തെങ്കിലും ഒരു അഴിമതി കാണിച്ചാൽ തക്കന മറുപടി കൊടുക്കാനുള്ള എല്ലാ കഴിവും ശേഷിയും എനിക്കുണ്ട്. അതിനെ വേണ്ടപ്പെട്ട അതിന് സ്പെഷ്യലായിട്ട് ഉദ്യോഗസ്ഥന്മാർ വെച്ചിട്ടുണ്ടല്ലോ, എഞ്ചിനീയർമാരൊക്കെ. മാറി പണിയെടുത്തില്ലെങ്കിൽ പഴമൊക്കെ എടുപ്പിക്കും. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ റോഡ് അവിടെ വേണമെന്നൊക്കെ പറഞ്ഞല്ലോ കുറെ സ്ഥലങ്ങളിൽ. അതെ, മംഗളംപാറ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുക, മംഗളംപാറ എന്ന് പറയുന്നത് അവിടെ കൃഷി മേഖലയാണ്. അവിടെ പടനാട്ടുകാർക്ക് പ്രത്യേകിച്ചുള്ള മേലിലുള്ള സ്ഥലത്ത് മൊത്തം കൃഷി, വീട് താലെങ്കിലും മേളിലാണ് കൃഷി മുഴുവനും. അവിടെ പ്രത്യേകിച്ചുള്ള റോഡ് ആവശ്യമാണ്.
അപ്പൊ ആ റോഡിനകത്ത് ഇപ്പൊ വേണ്ട രീതിയിലുള്ള ടാറോ മെറ്റലോ ഇതൊന്നും യൂസ് ചെയ്തില്ല. അവർക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ, ശ്രീമുരുകൻ ഒരു ആദിവാസി യുവാവാണ്, അപ്പൊ ഇവനെ നന്നായിട്ട് പറ്റിക്കാം നമുക്ക് എന്ന് പറഞ്ഞ് ശ്രീമുരുകന്റെ തോളിലൊക്കെ കൈയിട്ട് ഇവിടെ പോയി ചായ മേടിച്ചു തന്ന് ഫുഡ് മേടിച്ചു തന്ന് ശ്രീമുരുകൻ ഒരു ഷർട്ട് മുണ്ട് ഭാര്യക്ക് ഡ്രസ്സ് സാധനങ്ങള് കുട്ടികൾക്കുള്ള ഇതൊക്കെ തന്ന് ശ്രീമുരുകൻ ഇനി വീട്ടിൽ പോയിക്കോ, ഇനി ഞങ്ങൾ ഇവിടെ റോഡ് ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് വിചാരിക്കും. ആ ചോദ്യം നല്ല ചോദ്യമായിരുന്നു, നിങ്ങൾ പറയുന്നതിൽ അതിനെ പറ്റി കുഴപ്പമില്ല, നല്ല ചോദ്യമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടെ ചിലപ്പോൾ നടക്കുകയായിരിക്കും, അതിന് ഉദ്ദേശമാണ് ഈ ചോദ്യം. എൻ്റെ അതല്ല, ഞാൻ മുമ്പത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ കൃഷി ചെയ്യുന്നു, എൻ്റെ അത്യാവശ്യത്തിൻ്റെ പൈസ എൻ്റെ വീട്ടിലുണ്ട്, സർക്കാർ തരുന്ന 30 കിലോ അരിയുണ്ട്, ഇത് വെച്ചിട്ട് നമുക്ക് ജീവിച്ചു പോകാൻ അറിയാം. അതുകൊണ്ട് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ കീഴടങ്ങത്തില്ല. എനിക്ക് എൻ്റെ നാട് വികസനം വരണം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ റോഡിനകത്ത് കൃത്യമായ ടാർ ഒഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റ് കല്ലിട്ടിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ട് തന്നെയാണ് ഒരു റോഡ് പണി അവിടെ നടക്കുള്ളൂ. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് വെച്ചിട്ടുണ്ടല്ലോ സർക്കാർ. അതിന് പറ്റിച്ചൂടെ? അതല്ലല്ലോ, അത് പറ്റിച്ച ആൾമാർക്കെതിരെ നടപടി ഉണ്ടാകും. കൂടെ നിൽക്കണം. പഠിക്കും, എന്ത് പരിപാടി വാർഡിൽ വന്നാലും അതിനെ കുറിച്ച് ആദ്യം ശ്രീമുരുകൻ പഠിക്കും. പഠിച്ചതിന് ശേഷം ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കും. ഇത് എത്ര രൂപയ്ക്കുള്ള എസ്റ്റിമേറ്റ് ആണ്, ഇതിന് എത്ര ഇടേണ്ടത്, ഇത് എത്ര മീറ്റർ ഇടണം, അത് പരിശോധിക്കും ഞാൻ. അത് വ്യത്യസ്തമായിരിക്കും, ആ വാർഡ് വ്യത്യസ്തമായിരിക്കും. അതാ പറയുന്നത്. അവര് എല്ലാ ഒരു ആദിവാസി ആയതുകൊണ്ട് ചിലപ്പോൾ ഇവനെ കൊണ്ട് ഒരു വികസനം കൊണ്ടുവരാൻ പറ്റില്ല, സാധിക്കില്ല, പറ്റിക്കാമെന്ന് ഉദ്ദേശിക്കുന്നവരെല്ലാം ഒരു മാതൃകയായിട്ട് മാറും. അത്രേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത്. അതിൽ നിന്നും ഒരു മാതൃക വേണം. അത് തീർച്ചയായിട്ടും ആമാറെ എനിക്ക് വോട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ പളനാട്ടിലായി എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു മാതൃക കാണിക്കും. അത് സംശയമില്ല, ഉത്തരവാദിത്വം തന്നെ പറയുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് കൂട്ടത്തിലിരുന്ന് അവിടെ വർക്ക് ചെയ്യണം. അതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് അറിയാതെ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, അത് കൃത്യമായിട്ട് തന്നെ ചെയ്യും. അതിൽ അഴിമതി ഒന്നും കാണിക്കത്തില്ല, അത് ഉറപ്പൊന്നാ നൽകുക. അപ്പൊ ഇത്രയും നേരം നമ്മളോട് ഒപ്പം സംസാരിച്ചു കൊണ്ടിരുന്നത്, ഞാൻ ഒരുപാട് വെള്ളം കുടിപ്പിക്കാൻ ശ്രമിച്ചായിരുന്നു ശ്രീമുരുകനെ. പക്ഷെ ശ്രീമുരുകൻ അതിൽ നിന്നെല്ലാം വളരെ വിദഗ്ധമായി നല്ലൊരു രാഷ്ട്രീയക്കാരനായിട്ട് ശ്രീമുരുകൻ വളർന്നിരിക്കുന്നു. ഇനി ജനങ്ങളാണ് ഇത് തീരുമാനിക്കേണ്ടത്. നല്ല ക്ലാസ് ഒക്കെ കിട്ടിയിരുന്നോ? അതെ, ഇപ്പൊ നല്ല ക്ലാസ് ഉണ്ടായിരുന്നു. ആൾക്കാരായിട്ട് നല്ല ഇടപെടാനുള്ള അവസരം തന്നായിരുന്നു. വീടുകളൊക്കെ ആയിരുന്നു. നല്ല സുഹൃത്തുള്ള മനുഷ്യന്മാരാണ്. എനിക്ക് അവിടെ നിന്ന് പോകാനേ മടിയില്ലായിരുന്നു. കാരണം ഇനിയും കൂടിയിരുന്ന് കാര്യം കേൾക്കട്ടെ എന്നിട്ടൊക്കെ മനസ്സുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരാണ് എന്റെ വാർഡിലുള്ളവര്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. കാരണം ഈ പ്രാവശ്യം ഞാൻ 1000-ലധികം വിജയിക്കുക, 1000-ലധികം വോട്ട് നേടി ഞാൻ വിജയിക്കുന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടാവും പളനാട്ടുകാരോട്. പളനാട്ടുകാർ മുഴുവൻ അവരുടേതായിട്ടുള്ള സ്ഥാനാർത്ഥി ഒരു കാര്യം പളനാട്ടുകാരുടെ ഭാഗ്യമുള്ളത്, ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് പളനിസ്വാമി അല്ലെ? പളനിസ്വാമിയെ ഡിഫെൻഡ് ചെയ്ത് ശ്രീമുരുകന് കയറാൻ പറ്റുമോ? പിന്നെ വേറെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? അല്ല, രണ്ട് പേരേ ഉള്ളൂ അല്ലെ? ബിജെപി നിർത്തിയിട്ടില്ല അവിടെ. അപ്പൊ 2 സ്ഥാനാർത്ഥികളാണ് ഈ വാർഡില് മത്സരിക്കുന്നത്. അപ്പൊ ഇതില് ആരെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം, പളനാട്ടിലെ ആളുകൾക്ക് തീരുമാനിക്കാം, വോട്ടർമാർക്ക് തീരുമാനിക്കാം. അതില് മറയൂർ ചാനലിന് യാതൊരു പരാതിയില്ല. പളനിസ്വാമി വരികയാണെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ ഇന്റർവ്യൂ എടുക്കുന്നതായിരിക്കും. ഇതുവരെ എത്തിയിട്ടില്ല എൻ്റെ അടുത്ത്. അപ്പം വന്നിട്ടുള്ള ശ്രീമുരുകൻ ഇത്രയും നല്ല രീതിയിൽ ഈ വാർഡിനെ കുറിച്ച് പറഞ്ഞു എന്നതിനേക്കാൾ ഉപരി വാർഡിന് വേണ്ടി എന്തെങ്കിലും നന്മ പ്രവർത്തിക്കണം എന്ന ഈ യുവാവിന്റെ ആ തീഷ്ണമായ ആഗ്രഹത്തെ മറയൂർ ചാനൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ വേണം തീരുമാനിക്കാൻ ഏത് സ്ഥാനാർത്ഥിയെയാണ് നിങ്ങളുടെ വാർഡ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കേണ്ടതെന്ന്. അത് ഞാൻ മറയൂരില് 14ാം വാർഡിലുള്ള പളനാടിലെ ജനങ്ങൾക്ക് വിട്ടുതരുന്നു, അത് അവര് തീരുമാനിക്കട്ടെ. എനിക്ക് ഈ അവസരം തന്നതിനും ഇത്രയും ഈ ഇലക്ഷൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീട് കയറുന്നതിന് എനിക്ക് ഒരു അവസരം തന്നതും ഇതിനെ കൊണ്ട് എത്തിക്കാൻ എനിക്ക് ഈ അവസരം തന്നതുകൊണ്ട് ഈ മാധ്യമങ്ങൾക്ക് നന്ദി പറഞ്ഞു നിർത്തുന്നു. ഞാൻ 14ാം വാർഡിൽ പളനാട്ടിലാണ് മത്സരിക്കുന്നത്. അരുവാൽ ചുത്ര നക്ഷത്രമാണ് മത്സരിക്കുന്നത്. എനിക്ക് എല്ലാ വീട്ടിലും ഇറങ്ങി എത്തി കഴിയുമെങ്കിലും പരമാവധി ആൾക്കാരെ കണ്ടു. ഈ പ്രാവശ്യം എനിക്ക് പളനാട്ടിൽ ഒരു അവസരം തരണം, നല്ല ഭൂരിപക്ഷം തന്ന് എന്നെ വിജയിപ്പിക്കണം. പേട്ടി കൊടുത്തിട്ടുണ്ട്, പല കാര്യങ്ങൾ ചോദ്യത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് നടപ്പാക്കും. എന്നെ എല്ലാവരും വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം. വേണ്ടപ്പെട്ട സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എല്ലാ പിന്തുണയും തരണമെന്ന് ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു.